കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം പ്രിയ ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞോം പാസ്റ്റർ കൂടലിൽ നിന്നാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസനോട് കേൾക്കുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ കർത്താവെ കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ഞങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ പാസ്റ്ററെ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. ദയവായിട്ട് അത് വിനിയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ മഹത്വം. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ കർത്താവ് രക്ഷിച്ച വചനങ്ങളെക്കുറിച്ചും അതിനാധാരമായ വചനങ്ങളെക്കുറിച്ചും അല്പസമയം ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ പങ്കിടുവാൻ അവസരം തന്നു ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതിനെ മുഖാന്തരം ഒരുക്കിയ പാസ്റ്റർ തോമസ് ജോർജ് അവരോടും ജോയ്സ് ടിവിയോടുള്ള കടപ്പാട് അറിയിക്കുന്നു. ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്തനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തെങ്കിലും അവരെ ചെയ്യേണ്ടതാണെങ്കിലും അവർ ചെയ്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാൽ. ചിലപ്പോൾ നല്ല പോയിന്റുള്ള പ്രസംഗങ്ങളായിരിക്കാം ചിലരെ രക്ഷിക്കുന്നത്. ചിലരെ രക്ഷിക്കുന്നത് അവരുടെ ജീവിത അനുഭവങ്ങളായിരിക്കാം. പ്രസംഗത്തെക്കാൾ ഒട്ടും പ്രാധാന്യം കുറവല്ല സാക്ഷ്യത്തിനും. ആദിമസഭ മർക്കോസിന്റെ മാളിയിൽ ആരംഭിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരും നിങ്ങളെന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞ അതേ പദം പത്രോസ് പറയുന്നുണ്ട്. അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഇന്ന് പല സഭകളിലും സാക്ഷ്യം നിന്നു പോകുന്നെങ്കിലും അത് നിർത്തുന്നെങ്കിലും അത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞ വചനവും ആദിമ അപ്പോസ്തലന്മാരിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചെന്നാണ്. അപ്പൊ സാക്ഷ്യവും പ്രബോധനവും ഏത് കാലത്തും ഒരു ദൈവത്തിന് ഉണ്ടായിരിക്കണം. അതാണ് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നീണ്ട പ്രസംഗങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സാക്ഷ്യത്തിന്റെ ഒരു വാക്ക് ചിലപ്പോൾ ചിലരെ ടച്ച് ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരു സാക്ഷി ആകണം. അതിനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ഈ ബുദ്ധിമുട്ടി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത് തന്നെയാണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലെ ചില കാര്യങ്ങളെല്ലാം ഒന്നും പറയാൻ സമയമില്ല, എങ്കിലും വളരെ രക്തചുരുക്കമായിട്ട് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എങ്ങനെ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ സാക്ഷിയായി എന്നുള്ളത് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് സ്റ്റേജിൽ ചെന്നാലും ഇന്ന് വരെ 47ാമത്തെ വർഷമാണ് എൻ്റെ ശുശ്രൂഷയുടെ, ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ എൻ്റെ സാക്ഷ്യം പറയാതെ ഞാൻ പ്രസംഗിച്ചിട്ടേ ഇല്ല. എൻ്റെ സാക്ഷ്യം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ ഇന്നും നിങ്ങളോട് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ ഫാദർ മദർ ഞങ്ങൾ 6 മക്കളായിരുന്നു. ഇപ്പോഴത്തെ അനുഭവത്തിൽ എൻ്റെ മൂത്തവരായ 3 പേരും 2 ജ്യേഷ്ഠന്മാരും 1 പെങ്ങളും മരിച്ചു.
ഇനി ഇപ്പോൾ അടുത്ത സമയത്ത് രണ്ടാമത്തെ പെങ്ങളും മരിച്ചു. ഇപ്പോൾ ഞങ്ങൾ 2 സഹോദരന്മാർ മാത്രം. എൻ്റെ അനുജൻ ഒറീസയിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അവനും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാണ്. എനിക്ക് ഭാര്യയുണ്ട്, 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. 2 പേരും ജോലി ചെയ്യാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും 2 പേരും വേലയോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് അത് തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചതും, വിവാഹത്തിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചതും, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണമുള്ള ഒരു കുടുംബമായിരിക്കണം എനിക്ക് കർത്താവ് തരുന്നത്. ഞാൻ ആദ്യം ആ പെൺകുട്ടിയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ പേര് പോലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണോ എന്നാണ് ചോദിച്ചത്. അത് 11ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു പെൺകുട്ടിയാണ്. അവളെയാണ് കർത്താവ് എനിക്ക് ഭാര്യയായി തന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ, പ്രാർത്ഥനയുടെ കൈത്താങ്ങലുകൾ, സഹായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ പലയിടത്തും പ്രയോജനപ്പെടുവാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചിരുന്നു. പക്ഷെ അവർ വളർന്നു വന്നപ്പോൾ ഞാൻ അക്കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പപ്പ എങ്ങനെ വേലയ്ക്ക് ഇറങ്ങിയത്? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങളെ കർത്താവ് വിളിക്കട്ടെ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. അങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ നീങ്ങി. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതം അവരിൽ അങ്കുരിക്കാതിരിപ്പാൻ ഞാനും എൻ്റെ വൈഫും ചെറുപ്പം, അവരുടെ എന്നുള്ള ചെറിയ പ്രായം മുതൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി, അവർ വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയും ഒക്കെ ഞങ്ങൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ ശുശ്രൂഷയുടെ നേട്ടത്തിനും. ചെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ മതിയോ? പൗലോസ് പറഞ്ഞത്, പൗലോസ് വലിയ പണ്ഡിതനാണ്. തൻ്റെ ജ്ഞാനം കൊണ്ട് തനിക്ക് ഒരൊറ്റ ആത്മാവിനെ നേടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും. പുതിയ നിയമ ശുശ്രൂഷയുടെ അനുഭവം എന്ന് പറയുന്നത്, പഠിക്കുന്നത് ഒരു വശം നല്ലതാണ്, ഒത്തിരി അറിവ് സമ്പാദിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാപിക്കുന്നതാണ്. പഠിച്ചാൽ പഠിപ്പിക്കാൻ കൂടുതൽ നല്ലതായിരിക്കും, പക്ഷെ പ്രാപിച്ചാൽ ശുശ്രൂഷിക്കാൻ കൊള്ളാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരും പറയാതെ തന്നെ ഞാൻ തിരുവചനത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇത്രത്തോളം വർഷങ്ങൾ ദൈവം നിർത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ 10 താഴെ വയസ്സുള്ളപ്പോൾ, പിഞ്ചു പ്രായമായപ്പോൾ എന്തോ ഒരു അസുഖം വന്നിട്ട് ഞാൻ മരിക്കുമെന്നുള്ള ഒരു ലക്ഷണം വന്നു. ഞങ്ങൾ 6 മക്കളാണ്. അതിനെ ഒന്നും വേണ്ട വിധം സംരക്ഷിക്കാനുള്ള ഒരു വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലല്ല ജനിച്ചത്. കുടുംബം വലുതാണെങ്കിലും കേരളത്തിൽ ആദ്യം കുടുംബയോഗം തുടങ്ങിയത് ഞങ്ങളുടെ കുടുംബത്തിലാണ്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അച്ഛന്മാരും ഒത്തിരി മേൽപ്പട്ടക്കാരും ഒക്കെ ഒത്തിരി പറയാറുണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബം ഒരു എളിയ കുടുംബമായിരുന്നു. അപ്പൊ ആ എളിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ചെറുപ്പം മുതലേ അനുഭവിച്ചു വന്നു. എങ്കിലും ദൈവം കുഴപ്പമില്ലാതെ നടത്തി. അങ്ങനെ ജനിച്ച് മുന്നോട്ട് വരുന്നപ്പോൾ ഈ പിഞ്ചു പ്രായത്തിൽ എനിക്ക് ഏതാണ്ട് അസുഖം വന്നപ്പോൾ ഞാൻ മരിക്കുമെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. അടുത്ത ഹോസ്പിറ്റലില്ല, വളരെ മൈലുകൾ നടന്നു കൊണ്ടുപോകണം, അതിനുള്ള പണം ഇല്ല. ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് ഓർത്തഡോക്സ് പശ്ചാത്തലം. എങ്കിലും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അത്രയും മാത്രം ഞാൻ പറയാം. അമ്മയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ടതൊന്നും അല്ലെങ്കിലും അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീര് കണ്ട് മനസ്സരിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കാമെങ്കിൽ ദൈവം നൽകി തരും. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഒരാൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗീയ വചനങ്ങൾ പൂർണ്ണമായും അനുസരിക്കണം. ഞാനിപ്പം പ്രാർത്ഥിച്ച് മരിച്ചുപോയ ഒരാളെ ഉയർപ്പിച്ചാലും ആ ഉയർത്തപ്പെട്ട വ്യക്തിയോ ഉയർപ്പിച്ച ഞാനോ സ്വർഗത്തിൽ പോകണമെന്നില്ല. അത് ദൈവം തന്ന ശുശ്രൂഷ, അത്രയേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിൽ ഒരാൾ പോകണമെങ്കിൽ
അതിന്റെ മാനദണ്ഡം ഇവിടുത്തെ അത്ഭുതങ്ങളോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൽപ്പനകളാണ്, വചനങ്ങൾ അനുസരിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ഇപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്നത് വചനത്തിന്റെ നിലനിൽപ്പാണ്. കർത്താവ് തന്നെ വചനമാണ്, വചനം ദൈവമാണ്, അത് ജഡമായി തീർന്നതാണ് കർത്താവ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വചനത്തിന്റെ പ്രാധാന്യമുണ്ട്. അത് എനിക്ക് ചെറുപ്പം മുതലേ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൽ, എൻ്റെ ഫാദർ ഭയങ്കര ആത്മീയ സ്ട്രിക്റ്റുള്ള ആളായിരുന്നു, ഓർത്തഡോക്സ് ആയിരുന്നെങ്കിലും എന്നും വൈകിട്ടും രാവിലെയുമുള്ള കുടുംബ പ്രാർത്ഥനകൾ കൃത്യതയോട് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ അറിയാമായിരുന്നു, അങ്ങനെ ജയിച്ചിട്ടുണ്ട്. വേദപുസ്തകം പല പ്രാവശ്യം ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട് നേരത്തെ തന്നെ, എങ്കിലും ഗ്രഹിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഗ്രഹിക്കാൻ ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി. ഞാനൊരു മിടുക്കനാണെന്നോ എന്നെ കൊണ്ട് എന്തോ നടക്കുമെന്നോ ഒക്കെ എനിക്ക് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. അത് വെറും മിഥ്യയായിരുന്നു. അവസാനം ദൈവം എന്നെ സീറോയിലെത്തിച്ചു. ദൈവം എന്നെ സീറോയിലെത്തിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ അധികം വിദ്യാഭ്യാസമില്ലെങ്കിൽ അല്പം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഗൾഫിലെങ്ങാനും പോയി പൈസ ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അതിനുവേണ്ടി പെട്ടെന്ന് അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു, ആ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഞാൻ 1-2 ദിവസം കൊണ്ട് പാസ്പോർട്ടൊക്കെ എടുത്തു. അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, വെളിയിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പക്ഷേ സമയത്ത് വന്നപ്പോൾ, നാളെ പുറപ്പെടുവാണെങ്കിൽ ഇന്നൊരു മെസ്സേജ് വന്നു, ടെലഗ്രാം വന്നു, നാളെ പുറപ്പെടേണ്ട, ഒരറിയിപ്പുണ്ടായിട്ട് പുറപ്പെട്ടാൽ മതി. ഇപ്പോഴേതാണ്ട് 48-49 വർഷമായി, ഇതുവരെ ഒരു അറിയിപ്പ് വന്നില്ല, ഇനിയും വരാനും പോകുന്നില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യവും വിലയുള്ള കാര്യമായതുകൊണ്ട് വസ്തുവും കടമാക്കി, കയ്യിലുള്ള പൈസയും പോയി, കടവുമാക്കി അങ്ങനെ പോകാൻ ഒരുങ്ങിയതാണ്. എല്ലാ വഴികളും അടഞ്ഞുപോയി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അടഞ്ഞതല്ല, ദൈവം അടച്ചതായിരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില ശോധനകളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ ഒന്നും നമ്മുടെ തകർച്ചയ്ക്കല്ല. അതിന്റെ പിടിച്ചു നിൽക്കാമെങ്കിൽ അതിന്റെ തൊട്ടു പുറകെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എൻ്റെ 100 അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ അന്ന് അത് മനസ്സിലായില്ലെങ്കിലും ഉള്ളിൽ ദൈവം തന്ന ബലം അനുസരിച്ച് മുന്നോട്ട് നീങ്ങി. എൻ്റെ അമ്മ ഈ അസുഖം വന്ന് ഞാൻ മരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ചികിത്സിപ്പിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്. അമ്മ ഇങ്ങനെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചൊക്കെയായി ഞാൻ വല്ലാത്തൊരു രംഗമൊക്കെ കാണിച്ചപ്പോൾ മരിച്ചു പോകുന്ന അമ്മയ്ക്ക് തോന്നി. അമ്മ എന്നോട് പിന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, അമ്മ പറഞ്ഞതാണ്. എന്റെ ദേഹത്തോട്ട് കൈവച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ചാകാതെ കിട്ടാമെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാമെന്ന്. ഒരുപാട് അച്ഛന്മാർ ഞങ്ങളുടെ അടുത്ത കുടുംബങ്ങളിലുണ്ട്, മെത്രാന്മാരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അമ്മയുടെ ഒരു കുഞ്ഞ് ഒരു അച്ഛനായി കാണാൻ, ഒരു സുവിശേഷ വേലക്കാരൻ അന്നതേ ഉള്ള മെയിനായിട്ട് കാണാൻ അമ്മ ആഗ്രഹിച്ചു. പക്ഷേ എന്തിനധികം പറയുന്നു, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ദൈവം അതങ്ങ് കേട്ടു. അല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതിൽ വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ വന്നപ്പോഴാണ് അമ്മ എന്നോട് ഈ കാര്യം പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് എല്ലാം പരാജയമായി പോയി. ആ വഴികളിലൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ആ കാലങ്ങളിൽ ഓർത്തഡോക്സിലാണല്ലോ. ഈ അമ്മ നേർന്ന ആ പട്ടത്വങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ 8 വർഷം ഒരു വെള്ളക്കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് അച്ഛനോടൊപ്പം മദ്ബഹായി ഒരു ആത്മായ ശുശ്രൂഷകനായിട്ട് നിന്നിട്ടുണ്ട്. അടുത്ത് അംഗീകരിച്ച കുപ്പായം വീഴാൻ സമയം അടുത്തപ്പോൾ, അഥവാ സെമിനാരിൽ പോയി പഠിച്ചു വരാനുള്ള സമയം അടുത്തപ്പോൾ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടു. പക്ഷെ ദൈവശബ്ദമാണെന്ന് അറിയത്തില്ലല്ലോ.
അങ്ങനെ ഓർത്തഡോക്സുകാരൻ അറിയാമോ ദൈവം അങ്ങനെ സംസാരിക്കുമോ? പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. ഇന്നാന്നേ കുറച്ചൊക്കെ ആത്മീയ കാര്യങ്ങളിലൊക്കെ അവർക്ക് ബോധമുണ്ട്. മറ്റേ അതൊന്നും ഇല്ലല്ലോ. ഈ നമ്മൾ പള്ളി ചെല്ലുക, കുർബാന കാണുക, വീട്ടിൽ പോരുക, അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്തിനാണെന്നോ അങ്ങനാണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഇന്നും ഒരാളോട് സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഞാൻ ആരെ കണ്ടാലും സുവിശേഷം പറയും. എനിക്ക് എന്ത് നന്മ കിട്ടിയാലും അത് കർത്താവിന്റെ വേലയ്ക്കും കൊടുക്കും, സാധുക്കൾക്കും കൊടുക്കും. അതുകൊണ്ട് ദൈവം എന്നെ ഇതുവരെ കുറച്ച് കളഞ്ഞിട്ടില്ല. വലിയ പണക്കാരൻ ലിസ്റ്റിലൊന്നും ആയില്ലെങ്കിലും കാര്യങ്ങൾ മുടക്കാതെ ദൈവം നടത്തുന്നു. ഇന്ന് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു ഓർത്തഡോക്സുകാരൻ പയ്യനോടാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പയ്യനോടാണ് ഞാൻ ചോദിച്ചു, കുഞ്ഞെ, ഈ 1.5-2 മണിക്കൂറുള്ള ഈ എപ്പിസ്കോപ്പൽ സഭയിലെ ആരാധന അല്ലെ കുർബാന ചെന്ന് കാണുന്നു. ഞാൻ ചോദിച്ചു, ബിജു എന്നാണ് അവന്റെ പേര്. ഞാൻ പറഞ്ഞു, ബിജു, മാർ അപ്രയമാണ് ഈ കുർബാന എഴുതിയത്. ഞാൻ ചോദിച്ചു, അദ്ദേഹം ദൈവത്തെ ആരാധിച്ചതാണെന്ന് ഇരിക്കട്ടെ, നിന്റെ ആരാധന എന്ത് ചെയ്യും? നീ ദൈവത്തെ ആരാധിക്കണ്ടേ? ദൈവം നിനക്ക് ജന്മം തന്ന് വളർത്തി ഇത്രത്തോളം നന്മകളൊക്കെ തന്നില്ലേ? ഈ നന്മകൾ ഓർത്ത് നീ നിന്റെ വായിൽ നിന്ന് ദൈവത്തിന് നന്ദി കരയറ്റണ്ടേ? വല്ലവരും എഴുതിയതിനെ നീ ചൊല്ലുന്നേ? നിന്റെ ആരാധന എന്ത് ചെയ്യും? ആട്ടെ, ഇത്രയും വർഷങ്ങൾ നീ ചൊല്ലിയിട്ട് ഒരുത്തനെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളതില്ല. അതേസമയം ഞാൻ പറഞ്ഞു, ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയ്ക്ക് നീ ഒരു ദിവസം വന്നാൽ പാപത്തെക്കുറിച്ച് ബോധം വരും, കുറ്റബോധം വരും, ദൈവവചനം കേൾക്കാം, സത്യം മനസ്സിലാകും. ഇതാണ് വ്യത്യാസം എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. എന്തായാലും ഈ സത്യം മനസ്സിലാക്കി അന്നേരം മദ്ബായിലൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തീരാവ്യാധിയായ 2 അസുഖങ്ങൾ പിടിച്ചു. ഒന്ന് അൾസർ. 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. അൾസർ അങ്ങ് കൂടി 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 വയറും കുടലുമായിട്ടുള്ള 6-7 ഭാഗങ്ങളിൽ കുടൽ വൃണ്ണങ്ങളായി പഴുപ്പും ചോരയുമായിട്ട് പുറത്തു പോകുന്നു. ഇന്നിരിക്കുന്നവർ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി കഷ്ടിച്ചിരുന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ഒക്കത്തില്ല. രാവിലെ കിടക്കിയെന്ന് എഴുന്നേക്കണമെങ്കിൽ വളരെ സമയം കൊണ്ട് എഴുന്നേക്കാൻ പറ്റും, അത്ര വേദനയാണ്. അങ്ങനെ ഞാൻ വർഷങ്ങൾ സഹിച്ചു മടുത്തു. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കിയ നന്മകളിൽ ഏറി ഭാഗം അങ്ങനെ തന്നെ തരുവാൻ, എന്നിട്ടും ഒരു സ്വസ്ഥതയില്ല, സൗഖ്യവുമില്ല. എന്നാൽ അവസാനമായിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടർ ഓർത്തഡോക്സ് നിൽക്കുമ്പോഴാണ് കൊല്ലത്തെ ബെൻസിയർ ഹോസ്പിറ്റലിൽ വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എൻ്റെ ഒരു ചേട്ടൻ, അദ്ദേഹം അവിടെ പോകുന്നുണ്ട്. എന്നെ കൂടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഡോക്ടർ ട്രീറ്റ്മെന്റ് ഷീറ്റുകളെല്ലാം കണ്ടിട്ട് എന്നെ ആ ഡോക്ടർ പുറത്തിറക്കി. എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരൻ, കല്യാണം പോലും കഴിച്ചതല്ലല്ലോ, 6 മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല, ഉള്ളെല്ലാം പോയതാന്ന് പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞില്ലത്. ഞാൻ വീട്ടിൽ വന്നു, ഏതാണ്ട് മരുന്നൊക്കെ തന്നു. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. 6 മാസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അസുഖം അതിന്റെ ക്ലൈമാക്സിലെത്തി. എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എഴുന്നേറ്റാ ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, കിടന്നാൽ എഴുന്നേക്കാൻ വയ്യ, ഒന്നും വയറ് അനങ്ങുന്ന ചുളുങ്ങുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു. അങ്ങനായി വളരെ വേദനയും വിഷമവും ഭാരവും ഒക്കെ ഉണ്ട്. പ്രായവും രോഗിയുമായ അമ്മ, പെങ്ങളൊരാളുള്ളതിനെ വിവാഹം കഴിപ്പിക്കണം, അനിയനെ പഠിപ്പിക്കണം, ജ്യേഷ്ഠന്മാർ 2 പേര് ഉള്ളത് വേറെ താമസമായി, അവർക്ക് ഞങ്ങളെ ഒന്നും സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മൂത്ത പെങ്ങളെ വിവാഹം കഴിച്ചു. വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. അഷ്ടിക്ക് പോലും വകയില്ലാതായി. ഗൾഫിൽ പോകാൻ വേണ്ടി കുറച്ച് കുരുമുളകും തേങ്ങായും പാക്കും അതുപോലുള്ള ഒരുപാട് വാഴക്കുറെ ആദായങ്ങൾ കിട്ടുന്ന ഭൂമി മുഴുവനും ഒരാൾക്ക് പണയം വെച്ചിട്ടാണ് പോകാൻ ഒരുങ്ങിയത്. അവരാണ് വന്ന് ആദായം എടുക്കുന്നത്. വാടക കൊടുക്കാതെ ആ വീട്ടിൽ താമസിച്ചു എന്നുള്ളതല്ലാതെ ഒരു തേങ്ങ വീണാൽ പോലും ഞങ്ങളതെടുത്ത് അവിടെ മാറ്റി വെച്ചേക്കും. ഞങ്ങൾ ഒരെണ്ണം പോലും എടുത്തിട്ടില്ല.
അങ്ങനെ ഞങ്ങളുടെ ഫാദർ എന്നെ ഒരു വിശ്വസ്തത പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊരുത്തന്റെ ഒരു കാര്യം എടുക്കാൻ പാടില്ല. അത് അന്നും ഇന്നും എന്റെ മനസ്സിൽ ഒരു ഗുരുത്വം പോലെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങ് പറയാം, 47 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും ദൈവഹിതമല്ലാത്ത ഒരൊറ്റ രൂപ എന്റെ കയ്യിൽ വന്നിട്ടില്ല. കള്ളം പറഞ്ഞതോ, വഞ്ചിച്ചെടുത്തതോ, വഹിച്ചെടുത്തതോ, ഉപായം പറഞ്ഞതോ, ഒരു വിധത്തിലും നിയമം വിട്ട ഇല്ലീഗലായ ഒരു രൂപ എന്റെ കയ്യിൽ വന്നിട്ടില്ല. അത് എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. ദൈവം എന്നെ നിർത്തുന്നത്. പണത്തിന് ധാരാളം ആവശ്യം വന്നപ്പോൾ പോലും നിയമം വിട്ടത് ഒന്നും എന്റെ കയ്യിൽ വന്നിട്ടില്ല. ധാരാളം വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ നിന്ന സമയത്തൊക്കെ ഒരുപാട് ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ദൈവം എന്നെ സൂക്ഷിച്ചു. ഇതിനായിട്ടായിരുന്നു ദൈവം അന്ന് സൂക്ഷിച്ചതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അസുഖം കൂടി, ജോലി ചെയ്യാൻ വയ്യ, വീട് പട്ടിണിയായി, അമ്മ പുറകോർക്കാൻ തുടങ്ങുന്നു. സ്വാഭാവികമാണല്ലോ. ആർക്കും ആരെയും സഹായിക്കാൻ ഒക്കാത്ത ഒരു കാലഘട്ടം. അമ്മയുടെ വേദന എനിക്കറിയാം. എല്ലാം കൊണ്ടും വിഷമിച്ചു. ഒടുവിൽ അമ്മ എന്നെ സുവിശേഷയിലേക്കൊക്കെ നേർന്നുണ്ടോ എന്ന് അറിവുള്ളത് കൊണ്ട് ഞങ്ങൾ അന്നേരം ഒരു കൂട്ടായ്മ തുടങ്ങി. മർത്തോമക്കാരും ഓർത്തഡോക്സുകാരും കത്തോലിക്കരും അങ്ങനെ അവിടെയുള്ള സമുദായക്കാരെല്ലാവരും കൂടെ ഒരു കോമൺ മീറ്റിംഗ്. നമ്മൾ ഇന്നത്തെ രീതി പറഞ്ഞ ഒരു അവിയൽ കൂട്ടായ്മ. അവിയലിനകത്ത് പല സാധനങ്ങളും ഇടുമല്ലോ, അതുപോലെ എല്ലാ വിഭാഗക്കാരും കൂടെ ചേർന്നൊരു കൂട്ടായ്മ. അപ്പൊ നേരത്തെ ഞാൻ ഈ മധുവായി ചോദിക്കുന്നെങ്കിലും ഞാൻ സൺഡേ സ്കൂള്, യൂത്ത് ലീഗ്, ലേഡീസ് മീറ്റിങ്ങിന്റെ പ്രസംഗനാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പ്രസംഗിക്കാനൊന്നും അന്നും ഇന്നും ഒരു കൃപയാതൊരു പഞ്ഞവുമില്ല. അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങി. അതിനകത്തൊക്കെ നല്ല രീതി പ്രസംഗിക്കും. എന്തോ പ്രസംഗിക്കുന്നേ, വിടുവിക്കും. ഇന്നത്തെ ഈ ന്യൂജൻ ചർച്ചകൾ പറയുന്ന പോലെ തന്നെ വിടുതൽ. ഇതല്ല, വേറൊന്നും പറയാനില്ല. രോഗമുണ്ടോ, സൗഖ്യമാക്കും. പണമില്ലയോ, പണം കിട്ടും. ജോലിയില്ലയോ, ജോലി കിട്ടും. അല്ലാതെ തന്നെ അപ്പുറത്തൊരു സ്വർഗത്തെ കുറിച്ച് പറയാൻ നമുക്ക് അന്ന് അറിയത്തില്ല. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്നൊക്കെ പറയുമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ കുറെ കാലങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് സജീവമായപ്പോൾ ഞങ്ങൾ 2-3 സഹോദരന്മാരുണ്ട്. 2 സഹോദരന്മാരുണ്ട് പ്രസംഗിക്കുന്നത്. അപ്പോ കുറച്ചൊരു വ്യത്യാസം പോലെ തോന്നി. അസുഖത്തിനൊക്കെ കുറെ വ്യത്യാസം തോന്നി. അപ്പൊ അതിന് കുറച്ചുകൂടെ സന്തോഷം തോന്നി. ഭയങ്കര വലിയ സന്തോഷമാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുറെ 2-3 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്നേരം ഈ കൂടുതൽ സഹോദരൻ എന്നോട് പറഞ്ഞു, കുഞ്ഞോനെ, ഇതല്ല, ഇതിനപ്പുറത്ത് എന്തോ ഒരല്പം കൂടെ ആത്മീയ സത്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മർത്തോമക്കാരൻ. ഈ അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ കാലങ്ങളിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി, മർത്തോമക്കാർ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ കുറെ കാലം അദ്ദേഹത്തോടൊപ്പം മർത്തോമയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഓർത്തഡോക്സിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടു. അവർക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല, മറിയാമിന്റെ മധ്യസ്ഥതയില്ല, പെരുന്നാളുകളില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അത് കുറച്ച് വ്യത്യസ്തമായി കണ്ടു. പിന്നത്തേതിൽ ഞാൻ ഓർത്തു, പിന്നെ അറിഞ്ഞത് CSI എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഞാൻ നിർമ്മല സാക്ഷ്യമായി പറയുന്നേ. അപ്പൊ കുറെ കാലം CSIയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ മർത്തോമയിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടു. അവർക്ക് തിരശ്ശീലയില്ല, ധൂപക്കുറ്റിയില്ല, ത്രോണോസ് ഇല്ല, മെഴുകുതിരിയില്ല, രഹസ്യാരാധനയില്ല. അത് വ്യത്യസ്തമായിട്ട് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്നൊരു സഭയുണ്ടല്ലോ, അതെന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു പോയപ്പോൾ അതിനകത്തുനിന്ന് മർത്തോമയിൽ നിന്ന് അടുത്ത കാലത്ത് പിരിഞ്ഞ ഒരു കൂട്ടം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഉപദേശമായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് ഇല്ലെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷാസൈന്യം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് ഓടി നടന്നതല്ല, കർത്താവ് എന്നെ വിട്ട് പഠിപ്പിച്ചതാണ് ഇതെല്ലാം എന്താണെന്നറിയാൻ. അത് ഞാൻ ഒരുപാട് സഹകരിച്ച് കുറെ കാലങ്ങൾ നീങ്ങിയപ്പോൾ മനസ്സിലായി അതൊരു സഭയല്ല, അത് ഒരു ഗോസ്പൽ ടീമാണ്. വില്യം ബൂത്ത് ആരംഭിച്ച, ഇംഗ്ലണ്ടുകാരൻ വില്യം ബൂത്ത് ആരംഭിച്ച ഒരു
ഒരു ഗോസ്പൽ ടീമാണ്, ലോകമെങ്ങും സുവിശേഷം. അതാണ് അദ്ദേഹത്തിന്റെ പോളിസി. അതാ രക്ഷാ സൈന്യം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുക, രക്ഷയെക്കുറിച്ച് പറയുക. അദ്ദേഹത്തിന് ദൈവം കൃപ ചെയ്തുകൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തും ഒക്കെ പോകാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇതിനിടയ്ക്ക് ഞാൻ പറയുക അത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മനസ്സിലായപ്പോൾ അത് സഭയല്ല, അവർക്ക് സ്നാനമില്ല, ഒരു വെള്ളക്കൊടുക്കിയിലൂടെ അവരെ കടത്തിവിടുകയാണ്, സ്നേഹത്തിന്റെ കൊടി എന്നവർ വ്യാഖ്യാനിക്കുന്നു. അപ്പം അങ്ങനെ അത് മനസ്സിലായപ്പോൾ അതൊരു ചർച്ചിന്റെ ബേസ് അല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നത്തേതിൽ ഞാൻ പോയത് അടുത്തുണ്ടായിരുന്ന ഒരു കത്തോലിക്ക സഭയാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ, അത് ഒരുപാട് മധ്യസ്ഥരും ഒരുപാട് ആളുകളുമായിട്ട് അങ്ങ് ഒരു എണ്ണമറ്റ വിഷയങ്ങളാണ് അവർക്കുള്ളത്. വേദവസ്തുവല്ല മെയിൻ കാര്യം എന്നുള്ളത് മനസ്സിലായി. അതും കഴിഞ്ഞിട്ട് ഞാൻ കുറെ കാലം എങ്ങും പോകാൻ നിന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ ആ സഹോദരൻ എന്നോട് കൂടെ പറയും, നമുക്കൊരു ദിവസം ഇങ്ങനൊരു ഉപദേശിയുണ്ട്, കൂടൽ കുഞ്ഞൂഞ്ഞെന്ന് പറയുന്ന, ഞാൻ കുഞ്ഞുമോനാണ്, കൂടൽ കുഞ്ഞൂഞ്ഞെന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധനായ ഭക്തനായ ഒരു ദേവദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 40-50 വർഷത്തോളം ആകുന്നു. ആ മനുഷ്യൻ 80 മരിച്ചു. ഇത്രയും 45 വർഷമായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് നല്ല സമയമാണ്. എന്നോട് പറഞ്ഞു നമുക്കൂടെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ഞാൻ വരുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ല, അങ്ങനെ ഓർക്കാൻ പോലും വയ്യ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പെന്തക്കോസ്തുകാരൻ കയറിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ കയറി ആദ്യത്തെ പെന്തക്കോസ്തുകാരൻ ഞാൻ തന്നെ. ആ ഒരളവിലായിരുന്നു ഞങ്ങളുടെ ആ പാരമ്പര്യത്തിന് പഠിപ്പിക്കലും ചിട്ടകളും. എന്തായാലും ഇവിടെ നിന്ന് പോകാൻ വിചാരിച്ച് സമയത്ത് വന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോരുന്നില്ലെന്ന്. എന്നാൽ ഞാൻ ഈ അറിഞ്ഞ സത്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവൻ മർത്തോമക്കാരനാണ്. ഇങ്ങനൊരു കൂട്ടായ്മയൊക്കെ ഉണ്ട്, നീ ഇവിടെ വരാൻ പറഞ്ഞു. അവൻ പ്രസംഗിത്തൊന്നുമില്ല, എങ്കിലും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അവനോട് വന്നു. അവനും എന്നെ പോലെ തന്നെ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. രക്ഷയുടെ ഉറപ്പോ അതിന്റെ അടിസ്ഥാന ഉപദേശങ്ങളൊന്നും അറിയത്തില്ല, എങ്കിലും ഒരു രക്ഷാസന്തോഷം ഉണ്ട് മനസ്സിൽ. ഞാൻ അവനോട് ഈ കാര്യം പറഞ്ഞു. അവന് ഞങ്ങളുടെ പ്രാർത്ഥനയും വന്നു. അവനും വന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ഈ കുഞ്ഞുച്ചാന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ഒരു വലിയ അറിയപ്പെട്ട പ്രവാചകനാണ്. വാര്യാവര് മോനാച്ച, കൂടൽ കുഞ്ഞൂഞ്ഞ് തുടങ്ങിയ ഒത്തിരി പ്രവാചകന്മാർ ആ കാലങ്ങളിലുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഇന്നൊരു സമയത്ത് തന്നെ 10 ഈ 10 ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. അതാ ഇന്നത്തെ ഒരു കുഴപ്പം. ആളുകളുടെ എണ്ണമെല്ലാം ഉണ്ടെങ്കിലും പഴയതുപോലുള്ള, ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്ന കാലത്തെ പോലുള്ള ഐക്യതയോ സ്നേഹ സഹകരണങ്ങളോ ആത്മീയ ബഹുമാനങ്ങളോ ഒന്നും ഇന്നില്ല. ഇന്നെല്ലാം പിന്നൊരു ഈ സമുദായ പശ്ചാത്തലം പോലെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നു. എനിക്ക് ഈ മർത്തോമാരുടെ രീതി ഒന്നും കൂടുതൽ അറിയത്തില്ല. എൻ്റെ കൂടെയുള്ളവൻ മർത്തോമക്കാരനായതുകൊണ്ട് പാട്ടും പ്രാർത്ഥനയും ഒക്കെ അവർക്കറിയാം. ഞാനൊരു മൂലയ്ക്ക് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ അവിടെ ഇരുന്നു. ആദ്യമായിട്ട് പോവുക പെന്തക്കോസ്തിന്. ഇനി പോകാൻ അവിടെ ഉള്ളൂ. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാ പോയത്. അവിടെ ചെന്നപ്പോൾ പാട്ടും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാത്ത ഈ കുഞ്ഞൂച്ചാൻ കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഒരാൾ നിന്നാൽ ഒരാളാണെന്നറിയാം, പക്ഷെ ആളാരാണെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ്, വേദവസ്തുവൊന്നും വായിക്കാൻ കണ്ണ് കാണത്തില്ല. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പെന്തക്കോസ്തിന്റെ പ്രസംഗം കേൾക്കുന്നത്. പോയിട്ടേ ഇല്ല, പോകുന്ന വലിയൊരു അവധിയായിട്ടാണ് കണ്ടത്. ഇപ്പൊ എത്ര ബഹുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്തായാലും അവിടെ ചെന്നു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ, അത് 10-ൽ താഴെ വിശ്വാസികളെ കുറച്ച് തുടക്കമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ തലയിലോട്ട് പോയി കൈവച്ചിട്ട് കുറേയേറെ കാര്യങ്ങൾ അങ്ങ് പറയുക.
ആ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കേട്ടവരിരുന്ന് കരയുന്നു. എന്തുവാ ഏതാണെന്ന് എനിക്ക് പിടികിട്ടില്ല. അപ്പൊ ഈ വീട്ടുകാര്യങ്ങൾ, ജീവിത കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നേരം ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇതായിരിക്കും ഈ പെന്തക്കോസ്തുകാരുടെ പ്രവചനം. ഓഹോ, അത് ശരി. ഇങ്ങനൊക്കെ ഒന്ന് ചിന്തിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ആത്മീയമായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ ഇനി എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എന്നോട് പറയാമെങ്കിൽ ഇത് നേരാന്ന് ഞാൻ വിശ്വസിക്കാം. ഇതായിരുന്നു എൻ്റെ അന്നേരത്തെ മനോഭാവം. അത് ആർക്കും അറിയത്തില്ല, എൻ്റെ ഹൃദയത്തിലെ ചിന്തയാണ്. ഇങ്ങനെ ചിന്തിച്ചു. ഇത് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ് തീരുന്ന സമയം ഈ കണ്ണ് കാണാൻ വയ്യാത്ത മനുഷ്യൻ ഒറ്റ കുതിപ്പിന്, ആളിനെയൊക്കെ അറിയാമല്ലോ, ആളാരെന്ന് അറിയത്തില്ലെന്നല്ലേ ഉള്ളൂ, അതിനിടയ്ക്കൂടെ ഒറ്റ കുതിപ്പിന് എൻ്റെ അടുക്കൽ വന്നു. ഒരു കൊടുങ്കാറ്റടിച്ച് എൻ്റെ അടുക്കൽ എത്തിയതുപോലാണ് എനിക്ക് ആ ഒരു സാമീപ്യം മനസ്സിലായത്. അദ്ദേഹം എന്റെ തലയിലോട്ട് വന്ന് കൈവച്ചു. കൈവച്ചപ്പോൾ ഒരു ഐസ് ക്യൂബ് തലയിൽ വെച്ചാൽ എങ്ങനെ തണുപ്പ് അനുഭവപ്പെടും, അതുപോലെ നൂറുകണക്കിന് വിഷയങ്ങളുടെ മുമ്പിൽ ടെൻഷനായി ഭാരപ്പെട്ട് കടഭാരങ്ങൾ, പട്ടിണി എന്ന് എല്ലാ തരത്തിലും വിഷമിച്ച ഒരു കാലഘട്ടം ഈ കൈവച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആശ്വാസം ലഭിച്ചു. ഞാൻ അങ്ങ് ഐസ് പോലെ തണുത്ത പോലെ എനിക്ക് തോന്നി. എൻ്റെ ഭാരങ്ങൾ പോയി. എനിക്ക് മറ്റൊരു വിഷയവും ചിന്തയില്ലാതായി. എന്നിട്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വിസ നഷ്ടപ്പെട്ടതും പാസ്പോർട്ട് നഷ്ടപ്പെട്ടതും, ഞാനവിടെ ചെല്ലുമെന്നും അറിയത്തുമില്ല, എന്നെ ആർക്കുമേ അറിയത്തില്ല, അറിയാവുന്ന പേരൊക്കെ ഉണ്ടത്രേ ഉള്ളൂ, അദ്ദേഹം ഇതൊന്നും എന്നെ കുറിച്ച് അറിയത്തുമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ എൻ്റെ കാര്യം പറയുന്നത് പോലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തിയത്, കാലം കഴിഞ്ഞ ഒരു പൗരോഹിത്യത്തിന്റെ കുപ്പായം അണിയാനല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. പാളയത്തിന് പുറത്ത് എന്നോടൊപ്പം കഷ്ടം സഹിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ പതുക്കെ ഒന്ന് തട്ടിയത്. കാരണം ഞാൻ ആരെയും കുറ്റം പറയുമല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത്, ഈ കാലത്ത് പഴയ നിയമ പൗരോഹിത്യമില്ല, ലേവ്യ പൗരോഹിത്യമില്ല, അഹ്റോന്റെ പൗരോഹിത്യമില്ല. ഇതെല്ലാം ഒന്ന് തന്നെ. പഴയ നിയമ പൗരോഹിത്യത്തിൽ അവസാന ശുശ്രൂഷകനായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കരിയാവ്. സക്കരിയാവിന് ശേഷം പുരോഹിതന്മാരെ ബൈബിളിൽ കാണുന്നുണ്ടെങ്കിലും കൂറിന്റെ ക്രമപ്രകാരം, ഇനി ഞങ്ങൾ വൈകിട്ട് വായിച്ചതാണ്, ഇതിനോട് പുസ്തകം 24 കൂറുകൾ, അതിൽ അബിയ കൂറി, ഇങ്ങനെ ഒരുപാട് കൂറുകളുണ്ട്. അപ്പൊ ഏറ്റവും അവസാനത്തെ പുരോഹിതനായിരുന്നു സക്കരിയാവ്. അതോടുകൂടെ പഴയ നിയമ പൗരോഹിത്യം തീർന്നു. വേദപുസ്തക പ്രകാരം ബൈബിൾ നോക്കിയാൽ പിന്നീടൊരു പുരോഹിതൻ കൂറിന്റെ ക്രമപ്രകാരം ഉളവായിട്ടില്ല, ഇനി ഉളവാകത്തുമില്ല. എന്നാൽ പഴയ നിയമ പൗരോഹിത്യം പാരമ്പര്യമാണല്ലോ. ഞാൻ ചൊല്ലൊക്കെ എനിക്കറിയാം, ഞാനിപ്പോ ചൊല്ലുന്നില്ല. ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ചെന്നുള്ള പദ്യമൊക്കെ ചൊല്ലാൻ എനിക്കറിയാം. പക്ഷേ അതും തെറ്റാണ്. ആദ്യ ആചാരത്വം കൈക്കൊള്ളുന്നത് മോശയും അഹ്റോനും കൂടെ അല്ല. ആദ്യത്തെ പുരോഹിതൻ മൽക്കിസദേക്കാണ്, അബ്രഹാമിന്റെ കാലത്ത്. അതിനുശേഷം 5 തലമുറ കഴിഞ്ഞാണ് അഹ്റോനും മോശയും പുരോഹിതന്മാരായി വരുന്നത്. അപ്പൊ ആദ്യത്തെ പുരോഹിതൻ മൽക്കിസദേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ ഇതെനിക്ക് മനസ്സിലായി. അപ്പൊ അതോടുകൂടി എന്നോട് ഈ ദൂത് പറഞ്ഞപ്പോൾ വ്യർത്ഥമായ അനുഭവങ്ങൾക്കല്ല,
ഒരു സത്യസുവിശേഷകനായിട്ട് നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വ്യഥകളും എൻ്റെ എല്ലാ രോഗം മാത്രം പറഞ്ഞില്ല, ബാക്കി സാമ്പത്തിക വിഷയങ്ങളും കുടുംബ ഹിസ്റ്ററികളും എല്ലാം പറഞ്ഞു. ഇന്ന് നീ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്കൊരു വ്യത്യാസം വരുത്തും എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് പ്രാർത്ഥിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, പാടാൻ അറിയാം, പക്ഷേ വിരലെ എണ്ണാനുള്ള വിശ്വാസികളുടെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് സഭാകമ്പം ഉണ്ടായി, വെട്ടിപ്പോയ. ഇതാണ് ഒരു ആത്മീയ അന്തരീക്ഷവും ഒരക്ഷരീയ അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഒരാത്മീയ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവിടെ അല്പം ഭയമുണ്ടാകും, ആത്മീയ ഭയം. മറ്റേ നമ്മൾ പഠിച്ചതങ്ങനെ ഇല്ല പോലെ, അത്രയല്ലേ ഉള്ളൂ. ദൈവമായിട്ടുള്ള ബന്ധമല്ല, അറിയാവുന്ന ഇല്ല മതിയ. ഈ സദൂക്യരും പരീശന്മാരും നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ പരീശന്മാർ ഭയങ്കര ഭക്തരും വിശ്വാസികളും ഒക്കെയാണ്. അവർക്ക് പിന്നെ ദൂതനുണ്ട്, ആത്മാവുണ്ട്, മരണാനന്തര ജീവിതം ഉണ്ടെന്നൊക്കെ അവർ പഠിപ്പിക്കും. എന്നാൽ സദൂക്യര് അവർക്ക് അതൊന്നും അവർ വിശ്വസിക്കുന്നതല്ല. പക്ഷെ അവരിൽ വരും പുരോഹിതന്മാരും, അതാ വേറെ. അപ്പൊ ഇത് ചെയ്താൽ മതിയല്ലോ. എന്നാൽ ഈ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു മരിച്ച വീട്ടിൽ പോലും കരയാത്ത ഞാൻ കരഞ്ഞുപോയി. കാരണം എനിക്ക് എൻ്റെ ധൈര്യത്തെ പിടിച്ചു നിൽപ്പാൻ കഴിയാതായി. എൻ്റെ ബലം മുഴുവൻ അങ്ങ് പോയി. എൻ്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാനവിടെ ഇരിക്കുകയാണെങ്കിലും വീഴുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര ഞാനൊരു വെയിറ്റ് ഇല്ലാതായി. ശരീരത്തിന് ഭാരം കുറഞ്ഞു. ഞാൻ അടുത്തിരുന്ന ഒരു അച്ചായന്റെ കസേരയിൽ കാലിൽ ഞാൻ ബലമായിട്ട് പിടിച്ചു. ആദ്യമാണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഇന്നാന്നെ പിന്നെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേട്ടിട്ടെങ്കിലും അന്ന് അതുമില്ല. എങ്കിലും വീണൊന്നുമില്ല, അവിടെ ഇരുന്നു. അദ്ദേഹം അവസാനം എന്നോട് ചോദിച്ചു, ഒരു പുതിയ തീരുമാനമെടുത്ത് കർത്താവായ യേശുവിനെ സ്വീകരിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളായി. ഇപ്പം അദ്ദേഹമാണ് എനിക്ക് വാസ്തവത്തിൽ വേർപാടിന്റെ ഉപദേശം പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞു, ദൈവസഭ ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെ കാര്യങ്ങൾ അതിനകത്ത് വരാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ലോകക്കാർ നടക്കുന്ന പോലെ നമ്മൾ നടക്കരുത്, ലോകക്കാർ ധരിക്കുന്ന പോലെ നമ്മൾ ധരിക്കരുത്, ലോകക്കാർ കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കരുത്, ലോകക്കാർ കുടിക്കുന്നതെല്ലാം നമ്മൾ കുടിക്കരുത്. നമുക്ക് വചനമാണ് ആധാരം. ഇത്യാദി കാര്യങ്ങൾ കുറേയേറെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതിനെ നിഷേധിപ്പാൻ കഴിഞ്ഞില്ല. സ്വീകരിച്ചുമില്ല, തിരസ്കരിച്ചുമില്ല. ഞാൻ പെട്ടെന്നൊരാൾ കേട്ടാൽ യേസ് എന്ന് പറയത്തില്ല. ഞാൻ പിന്നെ ഒന്ന് ശോധന ചെയ്യും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയൊക്കെ ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അന്നൊരു പുതിയ തീരുമാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ എടുത്തു. ഒന്നുകൂടെ ഒരു സമർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഈ വേർപാടിന്റെ ഉപദേശം വന്നപ്പോൾ എനിക്കതിനെ നിഷേധിക്കാൻ കഴിയാതെ വന്നു. അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഓർത്തു പിറ്റേ ഞായറാഴ്ച ഞാൻ സഹായത്തിന് ചെല്ലുമെന്നാണ് വിചാരിച്ചത്. ഞാൻ പോയില്ല. പിന്നെ കുറെ കാലങ്ങൾ തല്ലുകൊള്ളാനായിട്ട് നിന്നു, അങ്ങനെ പറയാം. ശരിക്ക് തല്ല് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്തിനാ? 100 ദൈവശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ദൈവം എന്നോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യണമെങ്കിൽ നീ എന്നോട് സംസാരിക്കണം. കാര്യം മനസ്സിലാക്കി കൂടുതൽ ഷാരോ ഫെലോഷിപ്പ് ചർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ആരാധനയ്ക്ക് കടന്നു പോവുക. അന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കർത്തൃമേശയുള്ള ദിവസമാണ്. ഞാൻ ഓർത്തു, ഇപ്പം ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വേറെ പള്ളി ചെന്നാലും കുർബാന കൈക്കൊള്ളാം. ഞാൻ ഓർത്ത് ഇവർ എനിക്ക് ഈ അപ്പവീഴ്ചകൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചു. എനിക്ക് തന്നില്ല. എനിക്കറിയാത്തൊരു പ്രയാസമൊക്കെ തോന്നി. ഞാൻ ഓർത്തിരിക്കുന്ന അവരെക്കാൾ ഭക്തനാണ് ഞാനെന്ന് വിചാരിച്ച അവിടെ ചെന്നത്.
കാരണം ഞാൻ ആ സമയത്തുണ്ടായിരുന്ന എനിക്ക് പലതരത്തിലുള്ള ചീട്ടുകളികൾ അറിയാം. മദ്യപിച്ചിട്ടുണ്ട്, കൂലിക്കൊന്നും പോയിട്ടില്ലെങ്കിലും മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യൻ. അവിടെ ചെന്നപ്പോൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായ അനുഭവമാണ് ആ ചർച്ചിൽ കണ്ടത്. അവർ ഈ കർത്തൃമേശ എടുത്ത് അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുക്കുന്നു, പിന്നെ വീഞ്ഞെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ആരാധന കഴിഞ്ഞവൻ ചോദിച്ചു, നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ വേദപുസ്തകത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളാ ഏറ്റവും വലിയ തെളിവുകാരനായിരിക്കുന്നത്. അവർ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് അന്നിരുന്ന പാസ്റ്റർ തിരുവചനം എടുത്തിട്ട് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കൊടുത്തു, വാങ്ങുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരം. രണ്ടാമത് അത്താഴം കഴിഞ്ഞ ശേഷമാണ് വീഞ്ഞെടുക്കുന്നത്, പാനപാത്രം എടുത്തത്. അവർ രണ്ടായിട്ട് കൊടുക്കണം. ഞാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെ, മധുവായു ചൊല്ലുമ്പോൾ അച്ഛൻ ഈ അപ്പം എടുത്ത് വീഞ്ഞിനകത്ത് മുക്കിയ വെളി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ വെളിയിക്കുന്നവർക്ക് അറിയത്തില്ല, മധുവായി നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ. അപ്പൊ മുക്കി കൊടുക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വചനം വായിച്ച് കേൾപ്പിച്ചു, രണ്ടും രണ്ടായിട്ട് കൊടുക്കണം. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു. എന്നാലും ഞാൻ സ്ഥാനപ്പെടാമെന്നോ വേർപെട്ട് ദൈവത്തെ ആരാധിക്കാമെന്നോ തീരുമാനമെടുത്തില്ല. പിന്നെ അദ്ദേഹത്തിൽ തട്ടിമുട്ടിപ്പോയ ജീവിതം ഇടിച്ചു നിന്നു. ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതായി. ഈ കുഞ്ഞൂച്ചാൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരത്ഭുതം ദൈവം ചെയ്യും. സത്യത്തിൽ അന്നേരം തന്നെ സ്ഥലം വിട്ട് പോകട്ടോ, ഞാൻ പോയില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങൾ അംഗീകരിച്ചതിന് പുതിയ തീരുമാനങ്ങൾ ഞാൻ എടുത്തതാണ്. എന്റെ പാപങ്ങളെല്ലാം ഒന്നുകൂടെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഞാൻ ആ രാത്രി 2-3 കിലോമീറ്ററോളം നടന്നാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ വയറ്റുവേദനയില്ല, തലവേദനയില്ല. ഇത് രണ്ടും 10-15 വർഷമായിട്ടുള്ളത്. ഇത് രണ്ടും തലവേദന എന്ന് പറഞ്ഞാൽ എന്റെ നെറ്റിയും കണ്ണും മുഖവിലും വന്ന് ചുമക്കും തലവേദന വന്നു. ഈ തലയോട്ടി ഇളക്കണമെന്ന് അവസാനം ഒരു ഡോക്ടർ പറഞ്ഞതല്ലാതെ ഒരുപാട് ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ അന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ രോഗമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എനിക്ക് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല. എനിക്ക് രോഗമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തുമില്ല, ഞാൻ പറഞ്ഞുമില്ല. അങ്ങനെ ഉപദേശിച്ചവരോട് പറയണമെന്നും അറിയത്തില്ല. പക്ഷെ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഒരു പുതിയ രക്ഷാനിർണയം പ്രാപിച്ചു. നേരത്തെ പ്രാപിച്ചതാണെങ്കിൽ പോലും അന്ന് ഉപദേശം മനസ്സിലാക്കി ഒരു സമർപ്പണം ചെയ്തു. വീട്ടിൽ വന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വയറ്റുവേദനയില്ല. ഞാൻ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നിട്ട് ഒന്നുകൂടെ കിടന്നപ്പോ വേദനയില്ല. എഴുന്നേറ്റ് പെട്ടെന്ന്, മറ്റേ എഴുന്നേക്കാനൊക്കത്തില്ല, പെട്ടെന്ന് വേദനയില്ല. കിടന്നു നോക്കിയിട്ട് വീണ്ടും എഴുന്നേറ്റു, വേദനയില്ല. അയ്യോ, എനിക്കെന്താ സംഭവിച്ചത്? തലവേദനയില്ല. ഞാൻ ആകെപ്പാടെ അങ്ങ് സന്തോഷവാനായി. ഇതെന്ത് സംഭവിച്ചു? അമ്മയന്ന് ഇതൊന്നും കൂടുതൽ അറിയത്തില്ലെങ്കിൽ അമ്മ പറഞ്ഞു, ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോ ദൈവം നിനക്ക് വിടുതലയ്ക്ക് തന്നതാ എന്ന് അമ്മ പറയുന്നു. എങ്കിൽ ഈ പെന്തക്കോസിനോട് വലിയ താല്പര്യമൊന്നും വന്നില്ല, എങ്കിലും ഞാനതിനെ നിഷേധിച്ചുമില്ല. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് കാര്യം മനസ്സിലായി, എങ്ങനെ സൗഖ്യമായി. വീട്ടിൽ ഒരു ദൈവദാസൻ വന്നു. ഇപ്പോഴത്തെ കൂട്ടായ്മയ്ക്കൊക്കെ പോയി തുടങ്ങിയാണ്. ഒരു ദൈവദാസൻ വീട്ടിൽ യാദൃശ്യമായിട്ട് വന്നു. ഞാൻ അദ്ദേഹത്തോട് എന്റെ സാക്ഷ്യം പറഞ്ഞു, ഈ സൗഖ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ബ്രദറെ, താങ്കളുടെ രോഗം അറിയാവുന്ന ഒരു ദൈവമുണ്ട്. താങ്കളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അടുത്ത കാര്യം പുള്ളി പറഞ്ഞത്, ബ്രദറിന് വചനം കൂടുതൽ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്
വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹിച്ചത് കുറവാ. ഇങ്ങനൊരു വാക്യമുണ്ടെന്നായോ എന്നോട് പറഞ്ഞു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അദ്ദേഹം അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു, അകൃത്യങ്ങൾ മോചിക്കണമെങ്കിൽ, പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമുക്ക് പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനോട് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ 32-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, എന്റെ ലംഘനങ്ങൾ ഞാൻ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ പാപക്ഷമ കിട്ടണമെങ്കിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ ഞാൻ അന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കുമായിരുന്നു. ആ പാപങ്ങൾ മോചിച്ച് തന്നതോടൊപ്പം തന്നെ എന്റെ രോഗങ്ങൾ സൗഖ്യമായി. 15 വർഷമായി ഞാൻ അനുഭവിച്ച അതികഠിനമായ വേദന ഒരിക്കലും ജീവിക്കുമെന്ന് വിചാരിച്ചതല്ല, ഭാവി പോയെന്ന് വിചാരിച്ചതാണ്, ഒരു വിവാഹ ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചതല്ല, ഇന്നത്തെ ആത്മീയ ഒന്നും ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എനിക്ക് പൂർണ്ണ സൗഖ്യമായി. ഇന്ന് ഏതാണ്ട് 48ഓളം വർഷമായി, 48ഓളം വർഷമായി ഇന്ന് വരെ ഞാൻ ആൾസറിനോ ആ തലവേദനയ്ക്കോ ഒരു മെഡിസിൻ കഴിച്ചില്ല. കർത്താവ് സൗഖ്യം തന്ന സൗഖ്യമാണ്. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വരുമ്പോൾ ഡോക്ടറെയോ മരുന്നിനെയോ ഒക്കെ സമീപിച്ചേക്കാം. പക്ഷേ നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ, കർത്താവായ യേശുവിനാണ് ആശ്രയിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അവൻ സൗഖ്യമാക്കും. ഞാൻ അങ്ങനെ സൗഖ്യം പ്രാപിപ്പാനിടയായി. പിന്നത്തെ സ്നാനപ്പെടണം. വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് ദൈവം ഒരു വെളിപ്പാട് സ്നാനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് തന്നു. 72 പ്രാവശ്യമേ വേദപുസ്തകത്തിൽ സ്നാനത്തെ കുറിച്ചുള്ളൂ. 72 പ്രാവശ്യം. ഞാൻ ഈ വേദപുസ്തകം വായിച്ച ഈ രക്ഷിക്കപ്പെടുന്നതൊക്കെ അത് ഉറപ്പിക്കാനാണ് ആ കുഞ്ഞുച്ചാനെ ദൈവം ഉപയോഗിച്ചത്. വേദപുസ്തകത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോ ഇന്നും ഒരാളുടെ സൂചന പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിച്ചു നോക്ക്. സഭ എവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്താണ് രക്ഷ, എന്താണ് സ്നാനം, എന്താണ് അഭിഷേകം, ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എണ്ണയല്ല അഭിഷേകം. അത് പഴയ നിയമത്തിൽ എണ്ണയാൽ അഭിഷേകം ചെയ്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൂടിയിരുന്നവരുടെ മേൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു. അപ്പൊ വീട് നിറഞ്ഞപ്പോൾ വീട്ടിനകത്തിരുന്നവരുടെ മേലും ആ ശക്തി വന്നു. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ചില ക്രിസ്ത്യൻ വിഭാഗക്കാർ പറയുന്നത് അന്ന് മുടങ്ങിപ്പോയെന്ന്, പിന്നില്ലെന്ന്. ഒരിക്കലും അങ്ങനല്ല. ഇന്ന് വരെയും അത് മുടങ്ങിപ്പോയിട്ടില്ല. ഇനിയും കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ, അല്ലെ തിരുസഭ, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നിടം വരെ ആ പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചുകൊള്ളും. സഭ പോകുന്നതോടുകൂടെ തന്നെ പരിശുദ്ധാത്മാവും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പിന്നീട് പരിശുദ്ധാത്മാവ് കൃപയില്ലാത്ത കാലം, കൃപ അല്ലെ സമാധാനം എടുത്തു കളയുന്ന കാലം, അന്നാണ് മഹാപീഡന കാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സൗഖ്യമായി എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള രീതിയിൽ ഞാൻ സ്നാനത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കിയപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരാളെ സ്നാനപ്പെടുത്താൻ ബൈബിളിൽ വാക്യമില്ല. കുറ്റങ്ങൾ ഏറ്റുപറയാത്ത ഒരാളെ സ്നാനപ്പെടുത്താൻ ബൈബിളിൽ വാക്യമില്ല. അത് സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരിൽ വായിക്കുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട പുതിയ സഭയുടെ ഉപദേശം ആദ്യമായി പത്രോസ് പ്രഖ്യാപിക്കുമ്പോൾ
അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുന്ന. ചിലർ പറയുന്നത് കൊർന്നല്യോസ് കുടുംബവും സ്നാനമേറ്റു. അപ്പൊ കുടുംബത്തിൽ ശിശുക്കളില്ലയോ? ഒരു ന്യായമായ ചോദ്യമാണ് വേണ്ടി നമുക്ക് ചിന്തിക്കാം. പക്ഷെ എല്ലാ കുടുംബത്തിലും ശിശുക്കളുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയാറുണ്ട്. മത്തായിച്ചനും കുടുംബവും വോട്ട് ചെയ്തു. കുടുംബത്തിൽ ശിശുക്കളില്ലയോ? ശിശുക്കൾ വോട്ട് ചെയ്തോ? ഇല്ല. ഇതുപോലെ പ്രായപൂർത്തിയായവർ വോട്ട് ചെയ്തുള്ളൂ. അതുപോലെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സ്നാനമുള്ളൂ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ, കുടുംബമല്ല അവിടെ വിഷയം, ഓരോരുത്തൻ യേശു കുടുംബമായി വിശ്വസിക്കാം. വിശ്വസിച്ചവർക്കാണ് സ്നാനം. ഓരോരുത്തർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു. മറ്റൊരു സുവിശേഷത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ, യോഹന്നാൻ സ്നാനം പഠിക്കുമ്പോൾ പറയുന്നത് യോർദാന്റെ ഇരുകരയുള്ള, അത് പുറജാതികളൊന്നുമല്ല. ചിലർ പറഞ്ഞേക്കാം അവർക്ക് ആ സ്നാനമുണ്ട്. അല്ല, യോർദാന്റെ ഇരുകര താമസിക്കുന്ന കറതീർന്ന യഹൂദന്മാര്, അവര് വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. സ്നാനം മുങ്ങലാണ്, അതിന്റെ തെളിവാണ് കർത്താവ് പറയുന്നു. ആ വചനത്തിൽ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, യേശു സ്നാനം കൽപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു. ഊരി ഒഴിക്കുകയോ തളിക്കുകയോ ചെയ്തായിരുന്നെങ്കിൽ ഒരു പാത്രം വെള്ളം പോലെ അല്ല, ഐനോനിൽ വളരെ വെള്ളം. അപ്പം സ്നാനത്തിന് വളരെ വെള്ളം വേണം. ഇനിയും യോഹന്നാൻ സ്നാനം പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു വന്ന് യോർദാനിലാ സ്നാനമേക്കുന്നത്. താന് ഗലീലയിൽ നിന്ന് 72 മൈൽ നടന്നാണ് സ്നാനമേൽക്കാൻ വന്നത്. ഇന്ന് നീ വന്നാ മതി, ഞങ്ങൾ എല്ലാ സൗകര്യത്തോടും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പോലും പലർക്കും വിഷമം. നമ്മുടെ ഹൃദയത്തിൽ ഈ സ്വതന്ത്രമായിട്ടൊരു ചിന്തയില്ല. ഞാൻ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആകും. ഞാൻ സ്വതന്ത്രനാണ്. എനിക്കിപ്പോ ലോകത്തിലെ ഒരു ആത്മീയ സംഘടനയുടെയും സഭകളുടെയും സ്വാധീനം എൻ്റെ മേലില്ല. ഞാൻ കൂടുതൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു അംഗവും ആ ഷാരോൺ പ്രസ്ഥാനത്തിലുള്ള സീനിയർ പാസ്റ്ററുമാണ്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും എനിക്ക് എൻ്റെ മേലൊരു ഉപദേശ നിയന്ത്രണങ്ങളോ എനിക്ക് മുന്നോട്ടുള്ള സത്യം പറയുന്നതിന് കൺട്രോളോ എൻ്റെ മേൽ ആരുമില്ല. ഞാൻ സ്വതന്ത്രനാണ്. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനാകും. ഞാൻ ക്രിസ്തുവിലൂടെ പൂർണ്ണ സ്വതന്ത്രനായി. ഞാൻ ഇന്ന് സുവിശേഷം പറഞ്ഞ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് വേദപുസ്തകത്തിലെ എല്ലാ രക്ഷയും സ്നാനവും ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ധൈര്യത്തോടെ പറയാൻ, പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവനില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാം. കാരണം ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. എൻ്റെ മേൽ ആരുടെയും ആധിപത്യമില്ല ആത്മീയ കാര്യങ്ങളിൽ. പിന്നെ സംഘടനയുണ്ട്, അതിനകത്ത് നിൽക്കുന്നു, അതിന് പോകുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഉപദേശങ്ങളും ശുശ്രൂഷകളും ചെയ്യുവാൻ എനിക്ക് ആരുടെയും ഒരു ആധിപത്യം എൻ്റെ മേലില്ല. നമ്മൾ സ്വതന്ത്രനാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഭരിച്ചാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. നിങ്ങൾ, അതാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ലെന്ന്. കർത്താവിനെ സ്വതന്ത്രമാക്കി പിന്നെയും അടിമനൂഹത്തിൽ കുടുങ്ങിപ്പോകരുത്. ചിലരൊക്കെ സ്നാനപ്പെട്ടേച്ച് വീണ്ടും പോയി ഈ പഴയ പ്രസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നവർ, അവരുടെ കാര്യം വളരെ പരിതാപകരവും വളരെ ദയനീയവുമാണ്. നീ എന്തിനാ സ്നാനമേറ്റത്? വിശ്വാസ സ്നാനമേറ്റത് ശിശുസ്നാനം തെറ്റാന്നറിഞ്ഞിട്ടല്ലേ? പിന്നെയും പോയി അതിന്റെ ഉപദേശത്തിൽ പോയി നിന്നാൽ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകും? ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് പലരും ഓർത്തിരിക്കുന്നത് കൂട്ടായ്മ വന്നാൽ മതി, അല്ലെ പെന്തക്കോസിൽ ചേർന്നാൽ മതി, വീട് കിട്ടും, വണ്ടി കിട്ടും, ജോലി കിട്ടും, പെണ്ണ് കിട്ടും, അവിടെ പോകാം ഇവിടെ പോകാം എന്നാ ധരിച്ചിരിക്കുന്നത്.
അത് ഒരു വശം ശരിയാണ്, എല്ലാം കിട്ടും. ദൈവത്തെ സേവിക്കുന്നവർക്ക് വസ്തുവക അവകാശമൊക്കെ കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ ദൈവം നിറയ്ക്കുകയും ചെയ്യും. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ ഒരു മകളെ കെട്ടിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഒരു മോൻ പേർഷ്യ പോകാൻ വേണ്ടിയല്ല, ഒരാൾ അമേരിക്കയിൽ പോകാൻ വേണ്ടിയല്ല, നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയല്ല, നല്ല പഠനം ഉണ്ടാകാൻ വേണ്ടിയല്ല, നമുക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടിയല്ല. യേശു മരിച്ചത് മാനവരാശി മുഴുവനും ആദാമ്യ വംശത്തിലാകിയാൽ ആദാം പാപം ചെയ്തതോടുകൂടെ സകല മാനവരാശി പാപത്തിനടിമയായി. പാപി മരിച്ചാൽ നിത്യനരകത്തിൽ പോകും. അത് ദൈവത്തിനൊട്ടും സഹിക്കുകയ്യാഞ്ഞതുകൊണ്ട് മനുഷ്യനോടുള്ള സ്നേഹം അവൻ പ്രകടിപ്പിക്കുന്നത് മനുഷ്യന്റെ പാപം മുഴുവനും കർത്താവായ യേശു തന്റെ ശരീരത്തിൽ വഹിച്ച് എന്റെ കൈ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപത്തിന് പാപം ചെയ്യാത്തവന്റെ കൈകളിൽ ആണി നിറച്ചു. എന്റെ ബുദ്ധി കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപത്തിന് പാപമില്ലാത്ത അവന്റെ തലയിൽ മുൾക്കിരീടം തറച്ചു. എന്റെ കാലുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് ഒരു പാപമില്ലാത്ത അവന്റെ കാലുകളിൽ ആണി നിറച്ചു. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപത്തിന് ഒരു തെറ്റും ചെയ്യാത്ത അവന്റെ ഹൃദയം അവൻ ശൂലം കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. ഞാൻ മനസ്സിലാക്കിയത് യേശു ക്രൂശിൽ മരിച്ചത് നമുക്ക് എന്തെങ്കിലും ഭൗതിക സ്വത്തുക്കൾ തരാനല്ല, ഭൗതികമായ നന്മകൾ തരാനല്ല. ഒരിക്കലും ഒരു ഉപദേശിയും ഒരു വിശ്വാസിയും അങ്ങനെ പഠിപ്പിക്കരുത്. യേശു ക്രൂശിൽ മരിച്ചത് നിത്യ നരകത്തിനായി വിധിക്കപ്പെട്ട മാനവരാശിയെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിത്യ സ്വർഗത്തിന് അവകാശിയാക്കാനാണ്. ഇതാണ് ക്രൂശ് മരണത്തിന്റെ ഉദ്ദേശം. ഈ സത്യം ഇന്ന് പലരും തുറന്നു പറയാറില്ല. എന്തുകൊണ്ടോ അവർക്ക് പറയുമ്പോൾ ഒരു മടിയാ. ഒരു മരണ വീട്ടിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴും ഞാൻ ശരിക്കും സത്യത്തെക്കുറിച്ച് പറയും, സ്നാനത്തെക്കുറിച്ചും പറയും, രക്ഷയെക്കുറിച്ച് പറയും, മരണത്തെക്കുറിച്ച് പറയും, മരണാന്തര സ്വർഗത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം ഞാൻ പറയും. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പറയുക. ഞാൻ രക്ഷിക്കപ്പെട്ടു മുന്നോട്ട് വന്നപ്പോൾ തന്നെ കൂടലിന്റെ പ്രദേശത്ത് ഞാൻ നിൽക്കുന്ന എന്റെ കൂടൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഏതാണ്ട് 70ഓളം പേര് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. കൂടലിന്റെ 3 ഔട്ട് സ്റ്റേഷനില് അതിരിങ്കൽ, മുറിഞ്ഞകൾ, നെടുവൻകാവ്, കൂടുതൽ ഉപയോഗിക്കാൻ ഇതല്ല. അവിടൊക്കെ ഓരോ ചർച്ചുകൾ തുടങ്ങുവാനും കുറെ കാലങ്ങൾ അവിടെ പാസ്റ്റായിട്ട് ഇരിക്കുവാനും പിന്നെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുവാനും ഇടയായി. അതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും പുതിയ പ്രവർത്തനങ്ങളും സഭകളും ഉണ്ടാകുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എനിക്കൊരു ആത്മഭാരമുണ്ട്. ഇന്നത്തെ അനേക ബന്ധക്കോസുകാർക്ക് ഈ ആത്മഭാരം എന്തോന്ന് അറിയത്തില്ല. ഞാൻ അത് ഒരു വാക്ക് പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ട് വിശുദ്ധിയിൽ ആത്മാവിന് സത്യത്തിലും അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം. എനിക്ക് കർത്താവ് വന്നാൽ പോകാം, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് അവിടെ എത്തും എന്നെനിക്കൊരു ഉറപ്പുണ്ട്. എന്നാൽ ഈ ഉറപ്പില്ലാത്തവരെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയുണ്ട്. അയ്യോ, ഞങ്ങളൊരു പ്രത്യാശയുടെ രാജ്യത്തെത്തുമ്പോൾ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ചാർച്ചകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ അവിടെ എത്തത്തില്ലല്ലോ എന്നൊരു വേദനയുണ്ട്. അതാണ് ആത്മഭാരം. ആ വേദന വരുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്ന് അനേകരോട് സത്യത്തെക്കുറിച്ച് പറയും. കൊണ്ടുവരുന്ന ദൈവമാണ്. നമ്മുടെ ഡ്യൂട്ടി, നിങ്ങൾ ഭൂതലത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിന്നേ വാക്യമുള്ളൂ, കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ജോലിയാണ്. നമ്മൾ പറയാ, ഇർമ്യാ പറഞ്ഞു അവർ മനസ്സനുഗ്രഹമാണ്, ഞാൻ പോയി പറഞ്ഞ അവർ കേൾക്കത്തില്ല. യഹോവയായ ദൈവം പറഞ്ഞു, നീ പോയി പറ, കേട്ടാലും കേട്ടിട്ടേ. എന്നെ കേൾക്കുന്നവരെ,
യേശുവിനെ കണ്ടെത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ഉപദേശം പറയുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരോട് രക്ഷയെ കുറിച്ച് പറയണം. അതിനെ ബൈസ്കൂളിൽ പഠിക്കണ്ട, ഓർഡിനേഷൻ വേണ്ട, ആരുടെ കൈവപ്പ് വേണ്ട, രക്ഷയുടെ ഉറപ്പ് മാത്രം മതി. ഞാൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചൊരു വിചാരം വേണം. അവരോട് പോയി പറ. പലനാൾ പറയുമ്പോൾ ഒരു നാൾ അവർക്ക് രൂപാന്തരം ദൈവം വരുത്തും. ഒരു വെട്ടുകൊണ്ട് ഒരു വൃക്ഷം വീഴത്തില്ല. എന്നാൽ അവസാനത്തെ ഒരു വെട്ടുകൊണ്ട് വീഴും. നമ്മളതുപോലെ പലനാൾ പറയുക, നമ്മൾ സമയം എടുത്തു പറയുക. ചിലർ പറയും എനിക്ക് അതിനോട് വിളിയൊന്നുമില്ല. കുഞ്ഞെ, അതിന് പ്രത്യേക വിളി ശിശുവിടെ ആധികാരികമായി ചെയ്യാനുള്ള വിളിയുള്ളവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ രക്ഷിക്കപ്പെട്ടോ? നീ സ്നാനപ്പെട്ടോ? നീ ഒരു ദൈവവചനാണോ? നിനക്കൊരു പ്രത്യാശയുണ്ടോ? ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവർ പറഞ്ഞാൽ മതി. അതിന് കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട. എന്നെ കേൾക്കുന്നവല്ല ആരെങ്കിലും വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജാതീയ അനുഭവത്തിൽ നിൽക്കുന്നെങ്കിൽ, യേശു മരിച്ചത് നിങ്ങൾ കൂടെ വേണ്ടി. ഇപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരു ക്രിസ്ത്യാനി എന്ന പേരുള്ള ഒരു തോമാച്ചനും രക്ഷിക്കപ്പെടാത്ത ഒരു ദാമോദരനും രണ്ടും തുല്യമാ. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. രക്ഷിക്കപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അത് വ്യക്തിപരമാണ്. ഞാനും എൻ്റെ കർത്താവായിട്ടുള്ള ബന്ധം ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രത പോലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. അതുപോലെ തുല്യമായി സ്നേഹിപ്പാൻ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് വേണമെങ്കിൽ സ്വർഗത്തിൽ ഇരുന്നോണ്ടേ, ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, സ്വർഗത്തിൽ ഇരുന്നോണ്ടേ ഇന്ന വീട്ടിൽ ഇന്നാരും ഇന്ന രാജ്യത്ത് ഇന്നാരെല്ലാം കൂടെ സ്വർഗത്തിലോട് ഞാൻ കയറിപ്പോരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കയറിപ്പോയി. പിന്നെ എന്തിനാ കർത്താവ് ഇങ്ങോട്ട് വന്നേ? സ്വർഗത്തിൽ ഇരുന്നോണ്ട് പറയുകയാണ് ഇന്നടത്ത് കൂടെ നീ കയറിപ്പോരും സ്വർഗത്തിലേക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കയറിപ്പോരും. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം. നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കാൻ കഴിവുള്ള ഒരുത്തനുമില്ല. എന്നാൽ കോടിക്കണക്കിന് സൂര്യന്മാരെക്കാൾ തേജസ്സുള്ളവരാണ് നമ്മുടെ ദൈവം. അവൻ ഈ തേജസ്സോടെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒന്നും പിന്നെ കാണത്തില്ല. മൊത്തം കരിഞ്ഞ് ഭസ്മമായി പോയിനി, മനുഷ്യർ ഉൾപ്പെടെ. പക്ഷെ മനുഷ്യരെ രക്ഷിക്കുകയും വേണം. വേറെ ഒരു മാർഗവുമില്ല. ഒരു മനുഷ്യന് വേണ്ടി പാപത്തിന് പരിഹാരമായി മരിക്കാമെന്ന് വിചാരിച്ചാൽ സകല മനുഷ്യരും പാപികളാണ്. പാപമില്ലാത്ത ഒരുത്തനില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, മനുഷ്യന്റെ രക്തത്തിൽ പാപമയത്വമുണ്ട്. മനുഷ്യന്റെ രക്തവും ജഡവുമുണ്ട്. എന്നാൽ പാപത്തിന് പരിഹാരം വേണമെങ്കിൽ രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയുള്ള രക്തം വേണം? എന്നാൽ മനുഷ്യന് പകരം ഒരു മൃഗത്തെ എടുക്കാം. മൃഗത്തിന്റെ രക്തമുണ്ടെങ്കിലും മൃഗത്തിന്റെ രക്തം മനുഷ്യ രക്തത്തെക്കാൾ തരം താണ രക്തം. മനുഷ്യേതര ഒരു ജീവജാലങ്ങളുടെ രക്തത്തിന് മനുഷ്യ രക്തത്തോളം വിലയില്ല. എന്നാൽ വിലയേറിയ രക്തം വേണം, പാപമില്ലാത്ത രക്തം വേണം. അതിനാരാ? ഒരു ദൂതനെ വിടാം. ദൂതന് ഒരിക്കലും രക്തവും മാംസവും ഇല്ല. തേജസ്സിന്റെ ശരീരമാണ് ദൂതനുള്ളത്. എന്നാൽ ദൈവം ഇറങ്ങി വരാം. ദൈവം തേജസ്സിൽ വസിക്കുന്നവൻ. അബ്രഹാം പറഞ്ഞ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് തേജോമയനായ ദൈവം. ദൂതന്മാർ പോലും, സ്വർഗീയ തേജസ്സിന്റെ ശരീരമുള്ള ദൂതന്മാർ പോലും ദൈവത്തെ ആരാധിക്കുന്നത് രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ട് ചിറകുകൊണ്ട് പാദം മൂടി, രണ്ട് ചിറകുകൊണ്ട് പറന്നു നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അത്ര തേജസ്സാണ് ആ ദൈവം. ആ ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി വേറെ ഒരു വിധവും ഇല്ലാഞ്ഞിട്ട് താൻ തന്റെ തേജസ് മാറ്റിവെച്ചു. തന്റെ സ്വർഗീയ അനുഭവങ്ങൾ മാറ്റിവെച്ചിട്ട് താൻ നമ്മെ പോലെ മാംസവും രക്തവുമുള്ള ഒരു ശരീരം എടുത്തു.
യെശയ്യാവിൽ വായിക്കുന്നു, യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറ. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തു എന്ന പേരോടുകൂടി ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത് മറിയോട് പറയുമ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. സ്തോത്രം. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ അവൻ തേജസ് മാറ്റിവെച്ചിട്ട് നമ്മെ പോലെ രക്തവും മാംസമുള്ള ശരീരമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. പാപമില്ലാത്തവനായി, പരിശുദ്ധരായി. കർത്താവ് തന്നെ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഒരുത്തരും യേശുവിന്റെ അടുക്കൽ അവന്റെ തെറ്റ് പറയാൻ കഴിഞ്ഞിട്ടില്ല. 5 കോടതിയിൽ 7 പ്രാവശ്യം യേശു പോയി. ഒരിടത്തും യേശു കുറ്റക്കാരനാണെന്ന് വിധിച്ചില്ല. അത്ര പരിശുദ്ധനാണ്. അപ്പൊ പരിശുദ്ധനായ ഒരുത്തൻ മാത്രമേ പാപിയെ രക്ഷിക്കാൻ പറ്റൂ. അതിന് നേർച്ച കാഴ്ചകളോ അതിന് പണച്ചെലവുകളോ ഒന്നുമില്ല. ഓൺലി ബൈ ഫെയ്ത്ത്, വിശ്വാസം മാത്രം. എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നീ വിശ്വസിച്ചാൽ നിന്റെ പാപത്തിന് മോചനം സൗജന്യമായി കിട്ടും. അങ്ങനെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവനെ മരണം അടക്കി വെച്ചില്ല. 3-ാം ദിവസം അവൻ കല്ലറ ഭേദിച്ച് പുറത്തു വന്നു. 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷരായി. ഇന്ന് അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. പോകാൻ നേരത്തെ അവനൊരു കാര്യം പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. എന്നെ കേൾക്കുന്നവരെ, നീ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദു ആണോ, നീ ഇസ്ലാമാണോ, ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ഒരാൾ മരിച്ചുയർത്തു പോയിട്ടില്ല. ഇനിയും വേറെ ഒരാൾ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നുമില്ല. ഒരിക്കൽ പാപികളെ രക്ഷിപ്പാൻ വന്ന യേശു ഇനി രണ്ടാമത് വരുന്നത് പാപികളെ ചേർക്കുവാനല്ല, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നീ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഏത് വിഭാഗമാണെന്ന് ചോദിക്കുന്നില്ല, ഏത് മതമോ ജാതിയോ ആണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തിന് വ്യത്യാസമില്ല. നിനക്ക് കർത്താവായ യേശുവിൽ വിശ്വാസമുണ്ടോ? അവന്റെ വചനം അനുസരിപ്പാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ നിനക്ക് പാപമോചനം തന്ന് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവൻ ശക്തനായ ദൈവമാണ്. അതാണ് ദുർവചനത്തിൽ വായിക്കുന്നത്, അവൻ വേഷത്തിൽ മനുഷ്യനായി. കണ്ടോ? ദൈവമാണ്. സ്വർഗത്തിൽ തേജസ്സിൽ ഇരുന്ന അവൻ ഭൂമിയിൽ വന്നപ്പോൾ എന്തായി? വേഷത്തിൽ മനുഷ്യനായി. അവന്റെ രക്തം വിലയേറിയ രക്തം. അതാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ സംസാരിക്കുന്ന പുണ്യാക രക്തം, സംസാരിക്കുന്ന രക്തം, വിശുദ്ധിയുടെ രക്തം. ആ രക്തത്തിന്റെ വീണ്ടെടുപ്പാണ് നമുക്ക് വേണ്ടത്. ആ കർത്താവ് യേശുവാണ് ക്രൂശിൽ മരിച്ചത്. അവൻ മരിച്ചുവെത്ത് പോയി. ഇനി രണ്ടാമതും വരുന്നു വിശുദ്ധന്മാരെ ചേർക്കാൻ. ഇനിയും കാലങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ പ്രസംഗിച്ചും കേട്ടും ഒക്കെ ഇനി അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ, ഞാനിപ്പോ ഇവിടെ തന്നെ നിന്നോണ്ട് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അവിടെങ്ങും ആരും പോവുകയില്ല. അതൊക്കെ പൂർണ്ണമായും വേർപാട് പാലിക്കണം. സ്നാനപ്പെട്ടവന്റെ കൂടെ ആരാധിക്കണം. ചിലപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് അഭിഷേകം കിട്ടി. ഞാനും സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ കിട്ടിയതായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് കുറ്റബോധം വരുത്തുന്നതാണ്. പെട്ടെന്ന് സത്യത്തിൽ നടത്തും. സത്യത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. ദൈവവചനത്തിന് സത്യം അനുസരിക്കാൻ നിങ്ങളെ ആരെങ്കിലും തടയുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം, സത്യത്തിന്റെ ആത്മാവല്ലത്. കാരണം സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. എന്നെ ഈ 47 വർഷം നടത്തിയ ആ പരിശുദ്ധാത്മാവ് ഇന്നും കൃപയാൽ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരി വേദനകൾ, ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീസ് കൊടുക്കാനില്ലാതെ ഇറക്കി വിട്ട കാലങ്ങളുണ്ട്. എന്നിട്ടും ദൈവം ഒന്നും അവരുടെ വിദ്യാഭ്യാസം മുടക്കിയില്ല. സ്തോത്രകാഴ്ച വിശ്വാസത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ സ്തോത്രകാഴ്ചയിടാൻ അന്ന് 25 പൈസ മതി. ആ 25 പൈസ എടുത്ത് ആ പാത്രത്തിൽ ഇടാനില്ലാതെ സ്തോത്രകാഴ്ച പാത്രം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അന്നേരത്തെ എൻ്റെ യൗവനത്തിന്റെ ആ നല്ല യൗവനത്തിലാണ്
ആ അഭിമാനം എന്നെ അനുവദിച്ച് ഞാൻ മറ്റൊരു സഹോദരന് പുറകിൽ മാറി നിന്നു. കണ്ടതരമായിരിക്കാം, പക്ഷെ എനിക്ക് ആ ലൈനിൽ നിൽക്കാതെ പാത്രം പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈനിൽ വന്നത്. അത്ര ജീവിതത്തിന്റെ ഞെരുക്കം അനുഭവിച്ചതാണ്. പക്ഷേ ഇത്രയും വർഷങ്ങളായി ആരുടെയും മുമ്പിൽ ഒന്നിനും കൈ നീട്ടേണ്ടി വന്നില്ല. ഇല്ലായ്മയുടെ പട്ടിക ഒത്തിരി ഉണ്ടെങ്കിലും ദൈവം നടത്തി, ജീവോത്സവമായി നടത്തി, ഇന്നും നടത്തുന്നു. പ്രധാനമായിട്ടും ദൈവം എന്നെ മാനിച്ചതിന് 2 കാരണം. ഒന്ന്, ഞാൻ ആരോടും സുവിശേഷം പറയും. കല്യാണ വീട്ടിൽ ചെന്നാലും മണ്ണ് വീട്ടിൽ ചെന്നാലും ഞാൻ തന്നെ നടത്തുന്ന വാശുഷയ്ക്ക് ഞാൻ ശരിക്കും സുവിശേഷം പറയും. ആരോടും സുവിശേഷം പറയും. എന്ത് എതിർപ്പുണ്ടായാലും കൊള്ളാം, എന്തോ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഈ സത്യം തുറന്നു പറയും. 2, എനിക്ക് കിട്ടിയ എല്ലാ നന്മയുടെയും ദശാംശത്തിൽ കവിഞ്ഞ ഒരു ഓഹരി ഞാൻ കർത്താൻ വേലയ്ക്ക് മാറ്റും. കൊടുത്തിട്ട് പൊങ്ങച്ചം പറയുകയല്ല, ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങ് വിടുക. ഞാനിതൊന്നും അങ്ങനെ പറയാറില്ല, ഇന്ന് എന്തുകൊണ്ടോ പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന നന്മയുടെ ഒരു ഭാഗം സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതിന് വില അറിയാം. ഞാൻ സ്നാനപ്പെട്ട ദിവസം ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഒട്ടിയ വയറോട് പോയി കിടന്നുറങ്ങി. വിശപ്പിന്റെ വില എനിക്കറിയാം, വസ്ത്രത്തിന് ഞെരുക്കം എനിക്കറിയാം, സാമ്പത്തിക ഞെരുക്കം എനിക്കറിയാം. ഒരാൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് താങ്ങത്തില്ല. നമ്മൾ എന്തിനായി സമ്പാദിച്ചു കൂട്ടുന്നേ? എന്തിനു സമ്പാദിച്ചു കൂട്ടുന്നു? അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചോ, വേണ്ടാതെ ഞാൻ പറഞ്ഞില്ല. എങ്കിലും നമ്മുടെ മുമ്പിലൂടെ എത്രയോ ദയനീയ ആളുകൾ പോകുന്നു. എന്റെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരോടും ഞാൻ സുവിശേഷം പറയും. അവർക്ക് കൊടുക്കാൻ വേറെ പ്ലേറ്റും ഗ്ലാസും ഉണ്ട്. ഭക്ഷണം കൊടുക്കും, സുവിശേഷം പറയും, പൈസ കൊടുക്കും. അവർക്ക് ഒരു ആത്മാവില്ലേ? എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഒരു വിശ്വാസിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരൻ, അവന് ഒരു ആത്മാവുണ്ട്. അവന്റെ വീണ്ടെടുപ്പ് എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ വീട്ടിൽ വിട്ടത് അവനോട് സുവിശേഷം പറയാം. അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. 2 പേരും നന്നായി പ്രസംഗിക്കുന്നവരാണ്. ഇളയമോൻ കുറെ കൂടി ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അവനിപ്പോ നാട്ടിലുണ്ട്. അവനിപ്പോ ഒത്തിരി മീറ്റിങ്ങുകൾക്ക് പോയി. ഞാൻ പ്രാർത്ഥിച്ചു തന്നെയാണ്, എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് വിവാഹമില്ലാതെ ഒരു പട്ടക്കാരനായി തിരുമേനിയാകാൻ ആഗ്രഹിച്ചു പോയ ആളാണ്. അമ്മ എന്നെ അച്ഛനാക്കാൻ നേർന്നെങ്കിൽ ഞാനൊരു മെത്രാനാകാൻ ആഗ്രഹിച്ചതാണ്. ഇനി വിശ്വാസത്തിൽ വന്ന ശേഷവും വിവാഹം കൂടാതെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം എനിക്ക് വെളിപ്പാട് തന്നാണ് ഞാൻ ആ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകനിടുന്ന പേര് ദൈവം എനിക്ക് തന്നിരുന്നു. അങ്ങനെയാണ് എനിക്ക് രാഘോച്ചി എനിക്ക് വന്ന് ആദ്യം മനസ്സിലായത്. 2 ആൺപിള്ളേർ. ആ പേര് ഞാൻ എഴുതിയിട്ടിരുന്നു. ആ പേര് തന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനിട്ടു. ഞാൻ ആഗ്രഹിച്ചത്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. എനിക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ആണായാലും പെണ്ണായാലും 2 പേരും അവരുടെ കർത്താവിന് സാക്ഷിയായതിൽ എനിക്ക് സന്തോഷം. ഇനി അവർക്ക് തന്ന 2 മരുമക്കൾ വളരെ കരുതലോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്ത്രീധനമോ കാര്യങ്ങളോ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. ഞാൻ ആ വിഷയങ്ങളൊന്നും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. മരുമക്കളിൽ 2 പേരും നന്നായി പാടുന്നവരും പാട്ട് ലീഡ് ചെയ്യുന്നവരും ആരാധനയ്ക്ക് അവർ ലീഡ് ചെയ്യുന്നവരും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം മൂത്ത വരുമ്പോൾ അവൾ UK ഇംഗ്ലണ്ടിന്റെ തെരുവീതിയിൽ നിന്ന് പരസ്യത്തിന് പ്രസംഗിക്കുന്നു. അതെനിക്ക് ഇട്ടു തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അത്ര സന്തോഷം. ഇനി 3 കൊച്ചുമക്കളുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു. താവേ, അന്നുപോലെ പ്രാർത്ഥിക്കാം, താവേ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും സുവിശേഷത്തിൽ പങ്കാളികളാകണം. പഠിത്തവും കാര്യമൊക്കെ ദൈവം കൊടുത്തോളൂ. ഞാൻ ഈ ഭൗതിക കാര്യത്തിന് വേണ്ടി ഉപസിച്ചിട്ടില്ല. പൈസ കിട്ടാനോ ജോലി കിട്ടാനോ നന്മ കിട്ടാനോ ഒന്നും ഞാൻ ഉപസിക്കാറില്ല. കാരണം ഞാൻ അവന്റെ തോട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന ഉപദേശിമാരാരെങ്കിലും സാമ്പത്തികമായി ഞെരുങ്ങുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കർത്താവിന്റെ തോട്ടത്തിലാണ്. അവന്റെ തോട്ടത്തിലെ ഒരു ജോലിക്കാരാണോ നിങ്ങൾ? മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായത് തരാമോ. നീ ഒരിക്കലും കുറഞ്ഞു പോകാൻ നീ സമ്മതിക്കത്തില്ല. ഞാൻ അവന്റെ തോട്ടത്തിലെ ജോലിക്കാരനായതുകൊണ്ട് ഒരു ഉറപ്പെനിക്കുണ്ട്, വൈകിട്ട് കൂലി നിശ്ചയം. ഇന്നും ചില പാസ്റ്റർമാരുടെ പരിതാപം കേട്ടാൽ ഞാൻ സഹായിക്കുന്നുണ്ട്, സ്ഥിരമായി സഹായിക്കുന്നവരുണ്ട്. ഈ സന്തോഷമോ? എങ്കിലും ഞാൻ പറയട്ടെ, നാം ആരുടെ പേര് ചെയ്യുന്നു? നിനക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. അബ്രഹാമിന് വേണ്ടി കരുതിവൻ, അപ്പോസ്തലന്മാർക്ക് വേണ്ടി കരുതിവൻ. ഒന്നും നമ്മൾ കരുതണ്ട, നമുക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യഥാർത്ഥ ദൈവത്തിനായി ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. ശരിയാ, അതുകൊണ്ട് ജീവിക്കണ്ടേ. സ്വർഗത്തിൽ പോകുന്നവർ വരെ, മരിക്കുന്നവർ വരെ ഭൂമി ജീവിക്കണ്ടേ. അതിന് വീട് വേണ്ടേ, കുടുംബം വേണ്ടേ, ഭാര്യ വേണ്ടേ, മക്കൾ വേണ്ടേ, കുഞ്ഞുങ്ങൾ വേണ്ടേ, സ്വത്ത് വേണ്ടേ, ജോലി വേണ്ടേ, ആദായങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതിനുവേണ്ടി നമ്മൾ മുട്ടിടിച്ച് പ്രാർത്ഥിക്കേണ്ട. ആദ്യമേ അവന്റെ രാജ്യവും മഹത്വവും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും കിട്ടുമെന്നാണ്. എനിക്ക് ഇത്രയും 47 വർഷക്കാലവും അവനെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും എടുത്തു പറയുന്ന ഭൂസ്വത്തോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ എന്റെ ഒരു കാര്യം മുടങ്ങിയിട്ടില്ല. അത്ര നല്ലവനായ ഒരു ദൈവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആർക്കെങ്കിലും സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൃത്യതയോടെ കർത്താവിൽ നിന്ന് കൊടുത്തു പോയി. ഉഴപ്പരുത്, മനസ്സില്ലാ മനസ്സോട് കൊടുക്കരുത്, നിർബന്ധം കൊണ്ട് കൊടുക്കരുത്, നിയമം കൊണ്ട് കൊടുക്കരുത്. സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. എന്റെ കടപ്പാടാണ്. ഇന്നും എന്റെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് എന്റെ കൊതി തീർന്നിട്ടില്ല. മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞ് എന്റെ കൊതി തീർന്നിട്ടില്ല. ഈ പ്രായത്തിലും ഞാൻ ഇറങ്ങിപ്പോയി സുവിശേഷം പറയും. ശുശ്രൂഷയ്ക്ക് പലയിടത്തും പോകും. കഴിഞ്ഞ ആഴ്ചയിൽ മദ്രാസിൽ, തമിഴ്നാട്ടിൽ നീലഗിരി സ്ഥലത്തായിരുന്നു 5 ദിവസം. രാവിലെ പകലും വൈകിട്ട് ശുശ്രൂഷ ദൈവം കൃപ. ഈ ആഴ്ച പലയിടത്തും മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നടത്തുന്നു, നടത്താൻ വിശ്വസ്തനാണ്. കൂടുതൽ വിദ്യാഭ്യാസമോ കൂടുതൽ സ്വത്തോ എടുത്തു പറയാൻ ഒന്നുമില്ല. എല്ലാം ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും താളുകളിൽ നീ ഒരു രോഗിയാണ്. എന്റെ ആയുസ് തീർന്നു പോയി, എന്റെ വാക്തത്വം താമസിച്ചു പോയി, എനിക്കിനി ഒന്നും കിട്ടാൻ പോകുന്നില്ല, എന്റെ കുഞ്ഞിനൊരു വഴി ഒരുങ്ങാൻ പോകുന്നില്ല, എനിക്കൊരു ഭാവിയില്ല, എന്റെ കുഞ്ഞിന് പഠിത്തം പോയി എന്നൊക്കെ നീ വ്യാകുലപ്പെടുന്നെങ്കിൽ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഈ സമയത്ത് നീ കർത്താവായി വിശ്വസിച്ച് നിനക്ക് വേണ്ടി സകലവും നിർവഹിച്ചിട്ടുണ്ട്. ആദ്യം രാജ്യം മൊത്തം അന്വേഷിക്കും, അതോടെ ഇതൊക്കെയും കിട്ടും. ഉദാഹരണം, ഒരു കടയിൽ പോയി നമ്മൾ ഒരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചു. കടക്കാരന്റെ ഉത്തരവാദിത്വമാണ് അത് പാക്ക് ചെയ്ത് തരുന്നത്, ഒരു കവറിനകത്ത് തരേണ്ടത്. ഇതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വിശ്വസ്തരായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യവും ദൈവം നോക്കിയിട്ടുണ്ട്. ഒരു കാര്യം മുടങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. സമയം വളരെ മുന്നോട്ട് പോകുന്ന രാത്രിയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നെ നടത്തുന്ന ദൈവം ഈ പ്രായം വരെ എന്റെ ഗ്രേസ് പീരീഡാണ് ഇപ്പോൾ. എന്നേ ഈ ലോകം വിട്ടുപോകേണ്ടത്. ഞാൻ പോലും നിർണയിച്ച ഡേറ്റുകൾ കഴിഞ്ഞു. ഇന്ന് ഗ്രേസ് പീരീഡിലാണ് ഞാൻ നിൽക്കുന്നത്.
ദൈവത്തിനെന്തോ ഇന്ന് രാത്രി നിങ്ങളോട് ഇത് പറയണമെന്നുള്ളതുകൊണ്ടായിരിക്കാം ദൈവം എന്നെ നിർത്തിയത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മകളുടെ വിവാഹപ്രായമായെങ്കിൽ അവൻ നിന്ന് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ മോനൊരു ഒരു പെൺകുട്ടിയെ കൊടുക്കാൻ, നിന്റെ മോൾക്കൊരു ഭർത്താവിനെ കൊടുക്കാൻ, അല്ലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് കർത്താവായി വിശ്വസിക്കുക, എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും. പിന്നെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഉഴപ്പരുത്, അവിശ്വസ്തത കാണിക്കരുത്, വിശ്വസനെ പിടിച്ചു നിൽക്കും. നല്ല പ്രാർത്ഥന. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളെല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവ്, ഈ പ്രത്യേക സമയത്ത് നിന്റെ ആത്മാവിൽ തന്ന വചനവും അനുഭവിക്കുന്ന സാക്ഷ്യവും നിന്റെ ആത്മാവിന്റെ പ്രചോദനത്തിൽ പറയുവാൻ തക്കവണ്ണം ശക്തി തന്ന ദൈവത്തിന് സ്തോത്രം, കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ വേദനപ്പെടുന്ന ഒത്തിരി വിഷയമുണ്ട്. ചിലർക്ക് ആത്മീയമായി വളരണമെന്ന് ആഗ്രഹമുണ്ട്, അഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വേർപെട്ട് ദൈവത്തെ ഒന്ന് സ്വാതന്ത്ര്യമായി ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലർക്കും കഴിയാതിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവർക്ക് മുഖാന്തരം ഒരുക്കി അവരെ അതിന്റെ നിലയിൽ ആത്മീയമായിട്ട് വളർത്തി ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൗതികമായി ഒത്തിരി വിഷയങ്ങളും കുഴഞ്ഞവരുണ്ട്, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്തവരുണ്ട്, ഭാര്യാവർത്തന ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുഞ്ഞുങ്ങൾ അനുസരണം കെട്ടവരുണ്ട്, വഴിതെറ്റി പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം പ്രസവിച്ച ഒരു മാതാവിന്റെ വേദനയും ജന്മം കൊടുത്ത ഒരു പിതാവിന്റെ ദുഃഖവും അറിയുന്ന കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നേർവഴി കൊടുത്തു നന്മകളിലൂടെ നടത്തണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ വചനമായി വിടുതൽ കൊടുക്കണം. കയറി കിടക്കുവാൻ ഒരു കുഞ്ഞ് വീടില്ലാത്തവർ, ഒരു ജോലി ഇല്ലാത്തവർ, എന്നും കടഭാരം കൊണ്ട് കഴിയുന്നവർ ദൈവർക്ക് വേണ്ടി വഴി ഒരുക്കണം. ആരെങ്കിലും ഈ സത്യം വചനം കേട്ടിട്ട് ആരെങ്കിലും അനുസരിക്കാത്തവരുണ്ടെങ്കിൽ ഈ വചനോടെ ഹൃദയത്തിൽ 30 60 100 മേനി ഫലം കാണിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് കൽപ്പന പ്രമാണിച്ച് ദൈവം അവർ ജീവിച്ച് ഒടുവിൽ ദൈവരാജ്യത്വം സഹായിക്കും. ഇത് കേട്ട ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഇങ്ങനെ സാക്ഷ്യവും വചനവും പറയുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരം ഒരുക്കിയ ദൈവത്തിന് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. മുഖാന്തരം ഒരുക്കിയ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടിയൊക്കെ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമാകണം. ഇനിയും അനേകരെ ഇതുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിവനെ സമർപ്പിക്കുന്നു. ഇനിയും മുഖാന്തരം ഒരുക്കിക്കാട്ട് എന്റെ വരവിന് മുമ്പ് എന്തെല്ലാം ചെയ്യണമോ തീർത്ത് അത് ചെയ്യുവാനുള്ള കൃപ തന്നാലും എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിക്കട്ടെ. ഒരു 2 മിനിറ്റോട് ഞങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എഴുതിയ ചില പുസ്തകങ്ങളുണ്ട്, അതുകൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാനിപ്പോൾ ലാസ്റ്റിൽ എഴുതിയ ഒരു പുസ്തകമാണിത്. യൗവനക്കാരുടെയും മാതാപിതാക്കളുടെയും ശ്രദ്ധയ്ക്ക്. ഇത് എഴുതാനുള്ള കാരണം എന്റെ മനം നൊന്തെഴുതിയതാണ് ഞാൻ. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരിൽ വ്യത്യാസമില്ലാതെ പറഞ്ഞാൽ ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ പോലും വചനം വിട്ട് ദൈവത്തെ വിട്ട് തന്നിഷ്ടക്കാരായി, ദുർശീലങ്ങളായി, മദ്യമായി, മയക്കുമരുന്നായി അങ്ങനെ ലോകത്തിൽ അങ്ങ് തകർന്നു പോകുന്നവരെ കാണുമ്പോൾ പഠിക്കാൻ വിട്ടാൽ പഠിക്കത്തില്ല, ജോലിക്ക് പോയാൽ സുസ്ഥിരപാട് ചെയ്യത്തില്ല, വഴി വിട്ടു പോകുന്ന ഒരു വലിയ സമൂഹ തലമുറയുണ്ട്. അവർ പാലിക്കാനുള്ള കാര്യങ്ങൾ
ഈ പുസ്തകം നിങ്ങളൊന്ന് വാങ്ങിച്ചു വായിച്ചാൽ നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. കാരണം അങ്ങനെ ഇത് ബൈബിളിലെ കണ്ടന്റുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എന്റെ മോനെ പഠിക്കാൻ പോകുന്നതിന് നല്ലതായിരുന്നു, അവിടെ ചെന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കൂട്ടുകെട്ടിലാവപ്പെട്ടു, എന്റെ കുഞ്ഞിന്റെ നല്ല ശീലം എല്ലാം പോയി. അയ്യോ, അവൻ ഇവിടെ വെച്ച് വർഷിപ്പ് ലീഡറായിരുന്നു, വേർ ലീഡറായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ പോയി. എന്താ പോയത്? അവിടുത്തെ കൂടെ പഠിച്ചവന്റെ ദുർശീലങ്ങൾ, മോശമായ സ്വഭാവങ്ങൾ ഇവനിൽ വന്നു. അതല്ലേ സംഭവിച്ചത്? എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മാതാവേ പിതാവേ, നിന്റെ കുഞ്ഞിന്റെ നല്ല സ്വഭാവം എന്താ അവനിൽ വരാൻ? അത് കൂട്ടുകെട്ടല്ലേ? അതിന് നീ ചിട്ടയിൽ പഠിത്തത്തിന്റെ ശ്രേഷ്ഠതയും ഡിഗ്രിയുടെ വലിപ്പവും വൈദേശിക വരുമാനത്തിന്റെ ലക്ഷ്യവും മാത്രം ഓർത്താ പോരാ. കുഞ്ഞുങ്ങളെ ചിട്ടയിൽ വളർത്താൻ ആദ്യം മാതാപിതാക്കൾ പഠിക്കണം. വിവാഹം കഴിക്കുന്ന നാൾ മുതൽ പ്രാർത്ഥിക്കണം. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. സാധാരണ 5 ഘട്ടമാണ് ഒരു മനുഷ്യൻ. ഞാനത് 7 ഘട്ടം എഴുതിയിട്ടുണ്ട്. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആ എല്ലാ ഘട്ടത്തിലും പ്രാർത്ഥിച്ചോണം. ബാല്യവും യൗവനവും കൗമാരപ്രായം എല്ലാത്തിലും പാലിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ കാര്യം പാലിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല, എല്ലാം കറക്റ്റ് ആവും. അങ്ങനെയാണ് ഈ പുസ്തകം. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ട് ഉപദേശിമാരെ മാത്രം ഞാൻ ഉദ്ദേശിച്ചതാണ്. പുതിയ നിയമ ശുശ്രൂഷകന്മാരും ശുശ്രൂഷയും ധാരാളം എഴുതി. ഇത് ഈ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കിയിട്ട് ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. ആദ്യം ഇറക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായതാണ്. ഇപ്പൊ പുതിയ എഡീഷൻ ഇപ്പൊ ഇറക്കിയതാ, പരിഷ്കരിച്ച പതിപ്പായിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട്. ഒരു ശുശ്രൂഷകൻ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത്. പുതിയ നിയമസഭയിലെ ഒരു ശുശ്രൂഷ, അപ്പോസ്തലൻ, പ്രവാചകൻ എങ്ങനെ പ്രവചിക്കണം, എങ്ങനെ ഒരു ഉപദേഷ്ടാവായിരിക്കാം, എങ്ങനെ ഒരു സഭാശുശ്രൂഷ നടത്താം, ഒരു ഇടയനായിരിക്കാം, പാസ്റ്ററായിട്ടിരിക്കാം. ഒരു പാസ്റ്റർ സഭ നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ സംഘത്തിലും വായിച്ച് അതും വായിച്ച് മാധുവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ജോൺ ഓസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പോകാനല്ല. ഒരു പാസ്റ്റർ പാലിക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട്. ട്രാക്ട് കൊടുക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഇസ്ലാമിന്റെ ഭവനത്തിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ സുവിശേഷം പറയണം, ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ചെന്നാൽ എങ്ങനെ സുവിശേഷം പറയണം, ഒരു അപ്പോസ്തലൻ എന്താ എന്ന് തുടങ്ങിയ ഒരു മുഴുവൻ കാര്യങ്ങളും ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ട മുഴുവൻ ശുശ്രൂഷ. വിവാഹം അടുക്കോടും ചിട്ടോടും കൂടി വിവാഹ ശുശ്രൂഷ എങ്ങനെ നടത്താം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനമുള്ള, വിശ്വാസം അറിഞ്ഞിരിക്കുന്ന മൊത്തം കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത്, ഇന്ന് വരെ സാധാരണ അധികം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ഇത്തരം പുസ്തകങ്ങൾ. ബൈബിളിലെ ആത്മീക മർമ്മങ്ങൾ. അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. ഇരുളെങ്ങനെ ഉണ്ടായി? അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഭൂമിയിൽ ആദ്യമായി ഇരുൾ ഉണ്ടായത് എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാർ, മനുഷ്യപുത്രിമാർ. ഇവരാരാണ് ഈ ദൈവപുത്രന്മാർ? ആരാണ് ഈ മനുഷ്യപുത്രിമാർ? വെളിപ്പാട് പുസ്തകത്തിന്റെ വൃക്ഷങ്ങൾ, അത് നല്ല പഴങ്ങളുണ്ട്. ഈ പഴങ്ങൾ നമുക്ക് തിന്നാൻ കിട്ടുമെന്നാണ് അവിടെ എഴുതിയേക്കുന്നത് ബൈബിളിൽ. നമുക്ക് തിന്നാവുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളത് നേരം. എന്താണ് ഈ വൃക്ഷങ്ങൾ? എന്താണ് ഈ പഴങ്ങൾ? ഒഴുകുന്ന നദി എന്താണ്? വിശപ്പില്ല, ദാഹമില്ല, പിന്നെന്തിനാ വെള്ളം? അപ്പൊ പിന്നെ എന്താ ഈ നദി? ഇതെല്ലാം ഞാൻ ബിബ്ലിക്കൽ കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. ഇത് ബൈബിൾ സമീപന ഗ്രന്ഥമാണ്. ഇതർത്ഥം മൊത്തവും ബൈബിളിനെ ആധാരമാക്കി മാത്രം എഴുതിയതാണ്. അങ്ങനെ 100 കണക്കിന് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത മർമ്മങ്ങൾ. വെളിച്ചപ്പാടത്തിൽ കണ്ട ശൗമേൽ ഒറിജിനൽ ശൗമേലാണോ, അല്ലെ പിന്നെ ആരാ വന്നത് എന്ന് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ. 300 പേജുള്ള പുസ്തകം. ഒരുപാട് മർമ്മങ്ങളുണ്ട്. നിങ്ങൾക്കിത് വളരെ പ്രയോജനപ്പെടുന്ന പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തും. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് നിത്യതയിൽ ദൈവത്തിന്റെ ഏകത്വം. നിത്യതയിൽ ദൈവത്തിന്റെ ഏകത്വം.
അതായത് ഇന്നും പലർക്കും ഇതിനെക്കുറിച്ച് വലിയ വിവാദമുണ്ട്. ദൈവം ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? നിത്യം ചെല്ലുമ്പോൾ 3 പേരെ 3 മാസത്തിൽ കാണുമോ, 2 പേരെ കാണുമോ, ഒരാളെ കാണുമോ? ഇതിനെക്കുറിച്ച് 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രസംഗിക്കുന്നവരുണ്ട്. വലിയൊരു ഡിബേറ്റിന്റെ വിഷയമായി. പക്ഷെ ഞാൻ വേദപുസ്തകം 24 വർഷം പ്രാർത്ഥിച്ച ശേഷമാണ് ഈ പുസ്തകം എഴുതിയത്. ഈ വെറുതെ സംവാദത്തിന് യാതൊരു കാര്യവുമില്ല. ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് വേദപുസ്തകം എന്ന് പറയുന്നു. ഇതിനകത്ത് ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ച് 32,322 പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ഏകത്വം. യെശയ്യാവിൽ പറഞ്ഞ യഹോവ പറഞ്ഞ ഞാൻ യെശയ്യാ പറഞ്ഞിട്ടുണ്ട്, വായിക്കുന്നുണ്ട്. യഹോവ പറയുന്നത്, ഞാൻ യഹോവ, ഞാൻ ഏകൻ തന്നെ, എനിക്ക് തുല്യമായി മറ്റാരുമില്ല. ഓട്ടെ എന്ന് തുടങ്ങിയ ഒരുപാട് മർമ്മങ്ങൾ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? അങ്ങനെയെങ്കിൽ പിതാവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? അപ്പൊ 2 പേരില്ലയോ? അതെന്തായി സംഭവം? എല്ലാം മർമ്മമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത പുസ്തകം ഒരെണ്ണം കൂടെ ഉള്ളൂ, 5-ാമത്തെ പുസ്തകം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ചിലർ പറയും ഞങ്ങളുടെ ഫാദർ മരിച്ചതേ ഉള്ളൂ, മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വരും. എന്റെ പൊന്നു സഹോദര സഹോദരി, ഇത് വരുന്നത് ആരാണെന്നുള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ച ശേഷം എവിടെ എത്തും? ഒരു ഇസ്ലാമിന്റെ കുഞ്ഞ് മരിച്ചാൽ എവിടെ എത്തും? ഒരു ഹിന്ദുവിന്റെ കുഞ്ഞ് മരിച്ചാൽ എവിടെ എത്തും? ഒരു ബന്ധക്കോസുകാരന്റെ കൊച്ചു മരിച്ചാൽ എവിടെ എത്തും? ഇപ്പൊ ഒരാൾ മരിച്ചാൽ എവിടെ എത്തും? പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണ്? പാതാളത്തിൽ എന്ത് സംഭവിക്കും? 3 അറകളുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ എന്തോ സംഭവിക്കും? ഇന്ന് വരെ ഒരു ദൈവദാസന് ഈ പാതാളത്തിന്റെ 3 അറകളെ കുറിച്ച് പ്രസംഗിക്കാൻ കേട്ടിട്ടില്ല. അതിനെന്ത് സംഭവിക്കുമെന്നൊടുവിൽ ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം 5 പുസ്തകങ്ങൾ, വളരെ ഈടുറ്റ പുസ്തകങ്ങളും വലിപ്പമുള്ള പുസ്തകങ്ങളുമാണ്. ഈ പുസ്തകങ്ങളുണ്ട്. 1500 രൂപയാണ് ഇതിന്റെ വില. പോസ്റ്റേജ് സൗജന്യം. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് അയക്കുന്നത് പുസ്തകം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. എവിടെയാന്ന് പറഞ്ഞാലും സൗജന്യമായിട്ട് അയച്ചു തരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എത്രത്തോളം കേട്ടതിന്റെ സ്തോത്രം. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യം വേണമെങ്കിൽ കർത്താവിന്റെ ദാസൻ നമ്പറിലൂടെ എന്ന് താഴെ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് സമയാനുസരിച്ച് നന്ദി പറഞ്ഞുകൊണ്ടും അവസാനിപ്പിക്കുന്നു. കർത്താവ് വരാറായി, നമുക്ക് ഒരുങ്ങാം, എടുക്കപ്പെടാം. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരനുഭവം, ജീവിതാനുഭവങ്ങളെ ശ്രദ്ധിക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. തൻ്റെ ജീവിതത്തിൽ രചിക്കുവാൻ കഴിഞ്ഞ പുസ്തകങ്ങളെക്കുറിച്ചും അറിയുവാനിടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ഭക്തനെ ദൈവം അനുഗ്രഹിക്കട്ടെ.